നമ്മുടെ ERB ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് അതിന്റെ പ്രാധാന്യം കൂടുതലായി വരുന്നുണ്ട്. ERB തന്നെ അതിന്റെ നിയമങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യുന്നുമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിൻ്റെതായ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ റേഡിയോഗ്രാഫർമാർക്ക് അവിടെ ഒരു പാലിച്ച ഒരു ഉത്തരവാദിത്വം വരുന്നുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങൾ എസ്പെഷ്യലി DHS ഉള്ള റേഡിയോഗ്രാഫർമാർക്ക് ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ട്. സൂപ്രണ്ടുമാര് റേഡിയോഗ്രാഫറാണ് മുഴുവനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ NABH NQS പോലുള്ള അക്രഡിറ്റേഷൻസിന്റെ ഭാഗമായിട്ട് റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ പോലുള്ള കാര്യങ്ങൾ അതിന്റെ ആവശ്യകതയും മറ്റു കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലും RSO RP ലൈസൻസ്, റേഡിയേഷൻ പ്രൊഫഷണൽ ലൈസൻസ്, ഫിലിം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ സംശയങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇത് എത്ര തന്നെ പഠിച്ചാലും കേട്ടാലും നമുക്ക് മതിയാകാത്ത ഒരു കടൽ പോലുള്ള ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല സംശയങ്ങളും അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ട് അതിന് ആധികാരികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനുമായിട്ട് കഴിവുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സാറിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശ്രീ ശരത് സാറ് സൈറക്സ് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നതാണ്. സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 7-8ഓളം ക്ലാസ്സുകൾ സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് സർക്കാർ സംവിധാനത്തിലായാലും അല്ലെങ്കിൽ നമ്മുടെ സംഘടനാ ബേസിലായാലും. അപ്പോൾ ERB ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരത് സാറിനെയാണ്. അപ്പോൾ നമ്മുടെ KGRയോട് അത്രമാത്രം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ അഗാധമായ ജ്ഞാനം ഉള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും അപ്പൊ ഞാൻ സാറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ, കാരണം സാറ് പറഞ്ഞു റിപ്പീറ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, ബാക്കി സംശയങ്ങളാണ് ആൾക്കാർ കൂടുതലുള്ളത്. അപ്പൊ സംശയങ്ങൾ നിവർത്തിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ഇന്ന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറ് ഒരു ക്ലാസ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ നൽകും, അതിനുശേഷം നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ ഇത്തരം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന്റെ പരിമിതികൾ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ് അതും അറേഞ്ച് ചെയ്യാം. എന്തായാലും ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. സാറിനെ ഈ ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങളുടെ എവിടെ നാമത്തിൽ ഞാൻ ഏറ്റവും കൃത്യമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, ശരത് സാർ, സാറൊന്ന് മുന്നോട്ട് വന്ന് ക്ലാസ് ആരംഭിക്കുക. അതിനു മുമ്പ് ഞാൻ എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം. നമ്മള് ഇവിടെ മീറ്റിങ്ങിന് ഒരു സുഗമമായിട്ട് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ സാർ, പ്ലീസ്. ഓക്കെ, കേൾക്കാലോ അല്ലേ? യെസ് യെസ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്ന എന്നെ എല്ലാവർക്കും അറിയാവുന്ന വിചാരിക്കുന്നു. എന്റെ പേര് ശരത്, ഞാൻ സൈറക്സിന്റെ AGM ആയിട്ട് വർക്ക് ചെയ്യുന്നു, RSOയും കൂടെയാണ്. നമ്മൾ മൾട്ടിപ്പിൾ സെഷൻസ് ഇപ്പം സർക്കാരിന്റെ ട്രെയിനിങ് സെന്റർ ത്രൂ അല്ലാതെ KGRA ത്രൂ നമ്മൾ മൾട്ടിപ്പിൾ ഒരു ട്രെയിനിങ് ഈ ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്കൊരു കസ്റ്റമൈസ്ഡ് സെഷൻ ആക്കാന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു ക്ലാസ്സുകളും എന്താണ് ഇലോറ അതിന്റെ അകത്തെ രജിസ്ട്രേഷനും കാര്യങ്ങളും. അപ്പം ജസ്റ്റ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സലീം സാർ പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞത് RP RSO ആണ്, അതായത് റേഡിയേഷൻ പ്രൊഫഷണലും RSOയും. കാരണം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷനെ പറ്റി പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എങ്ങനെ ഒരു യൂസർ എംപ്ലോയിനെ ആഡ് ചെയ്യണം, എംപ്ലോയിനെ ഡിസോസിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് വീണ്ടും ഒരു റിപ്പീറ്റേഷനിലോട്ട് പോകുമ്പോൾ ടൈമിന്റെ ഒരു ഇത് മൂലം നമുക്ക് RP RSOയിലോട്ട് തന്നെ നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആമുഖമായിട്ട് ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. എന്താണോ നിങ്ങളുടെ ഡൗട്ടുകൾ അത് ഒരു 1, 2, 3 ആയിട്ട് ചോദിക്കുവാണെങ്കിൽ അതിനൊരു Q&A സെഷൻ ആയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷനിലോട്ടോ അല്ലെങ്കിൽ അസോസിയേഷനോ ഡിസോസിയേഷനോ അതിലോട്ടൊന്നും പോകുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റേഡിയേഷൻ പ്രൊഫഷണൽ അല്ലെങ്കിൽ RSO നമുക്കറിയാം. നമ്മുടെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയില് ഈ ഗവേണൻസും റെഗുലേറ്ററി ഗവേണൻസും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ്. അപ്പൊ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് വഴിയാണ് നമ്മുടെ റേഡിയോളജിക്കൽ എക്യുപ്മെന്റ്സിന്റെ എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നടത്തപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്
സ്വീകരിക്കുന്ന അത് ഇന്റർനാഷണൽ കമ്മീഷൻ ഫോർ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഗവേണൻസ് ആണ് അവർ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്റർനാഷണൽ കമ്മീഷൻ ഫോർ റേഡിയോ ICRP എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ARBയിലെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ റൂൾസ് ആക്ട് 2004 2008 ഇതെല്ലാം സ്ഥിതി കൊള്ളുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് റേഡിയേഷൻ സേഫ്റ്റി കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ഏജൻസി അത്ര ആക്റ്റീവ് അല്ല. ഇന്ന് കംപ്ലീറ്റ്ലി ത്രൂ ഓൺലൈൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും. അതായത് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ഇലോറ എന്ന സൈറ്റ് വഴിയാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാം എന്താണ് ഇലോറ, അവരവരുടെ സ്ഥാപനത്തിൽ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്, ലൈസൻസ് എടുക്കേണ്ടത് എങ്ങനെയാണ്, അതെല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് വരുന്നതാണ്, എന്താണ് RSO, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ RSO വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ RP, റേഡിയേഷൻ പ്രൊഫഷണൽ എന്താണ്. ഇപ്പൊ പല ആളുകൾക്കും ഇപ്പൊ എൻക്വയർസ് ഓഡിറ്റുകൾ വരുമ്പം, അല്ലെങ്കിൽ കായകൽപ്പം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സർക്കാർ തലത്തിലുള്ള കുറെ ഓഡിറ്റുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഓഡിറ്റുകളെല്ലാം കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്താണ് ഈസ് ദെയർ ഈസ് എനി RSO അവൈലബിൾ ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ചോദ്യങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി വരാറുണ്ടാവും. അപ്പോൾ ഇത് പലപ്പോഴും പല ആളുകളിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതൊരു വാസ്റ്റ് ഏരിയ, സലീം സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു ഏരിയ അല്ല. ഓൺലി വി ക്യാൻ കൺവേസ്, നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഔട്ട്ഷെല്ല് മാത്രമാണ്. നമ്മൾ എന്നും ദിനം പ്രതി ഇതിനകത്ത് ലോഗിൻ ചെയ്യുകയും കാര്യങ്ങൾ പഠിക്കുകയും, കാരണം ഇതൊരു വളരെ സിമ്പിൾ ഒരു പോർട്ടലാണ്. നമുക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ക്ലിക്ക് ചെയ്ത് പഠിക്കാനും അത് എന്താണെന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു പോർട്ടലും കൂടിയാണ് ഇലോറ പോർട്ടൽ. അപ്പോൾ സ്ട്രേറ്റ് അവേ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് വരുവാണെങ്കിൽ, എന്താണ് RP അല്ലെങ്കിൽ എന്താണ് RSO, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാനപ്പോ ജസ്റ്റ് ഒന്ന് അവരുടെ ഗൈഡ് ലൈൻസ് തന്നെ ഒന്ന് ഷെയർ ചെയ്യാം. അത് പലപ്പോഴും പല ആളുകളിലും ഗൈഡ് ലൈൻസ് ഉള്ളതാണ്. ഞാൻ ഒരു PPT കാര്യങ്ങളൊന്നും ഇന്ന് ഇടുന്നില്ല. അപ്പോൾ ഇതില് ഈ സ്ക്രീൻ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാം. അപ്പോൾ നമുക്കറിയാം, ഒരു മെഡിക്കൽ 3 തരത്തിലുള്ള റോളുകളാണ് നിങ്ങൾ ഇലോറയിൽ നമുക്കൊരു എംപ്ലോയിനെ ആഡ് ചെയ്യാൻ നേരം 3 തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ. ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സ്വീകരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ്. അതായത് ഒരു സിയാം ഉള്ള ഒരു ആശുപത്രിയാണെന്ന് വിചാരിക്കട്ടെ. അവിടെ നമുക്കൊരു ആ സിയാം ഉപയോഗിക്കണമെങ്കിൽ ഇലോറയിൽ ഒരു ഡോക്ടറിനെ മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഒരു സ്ഥാപനത്തിൽ ഒരു എക്സ്റേ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മൊബൈൽ എക്സ്റേ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മളൊരു ടെക്നീഷ്യനെ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റേഡിയോഗ്രാഫറിനെ മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ ഈ മെഡിക്കൽ പ്രാക്ടീഷണറും ഈ ഓപ്പറേറ്ററും ഈ 2 സിനാരിയോയിലും നമുക്ക് ഒരു എക്സ്റേ, അല്ലെങ്കിൽ ഒരു മാമോഗ്രാം, അല്ലെങ്കിൽ ഒരു മൊബൈൽ എക്സ്റേ, അല്ലെങ്കിൽ ഒരു ഡെന്റൽ എക്സ്റേ, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ആണ് നമുക്ക് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറും ഒരു റേഡിയോഗ്രാഫറും ഉണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ നമ്മൾ ഒരു ലൈസൻസ് എടുക്കാൻ നേരം കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ RSO എന്നത് അവിടുത്തെ എംപ്ലോയർ ഇറ്റ്സെൽഫ് ക്യാൻ ബി ഡെസിഗ്നേറ്റഡ് ആസ് RSO എന്നുള്ളൊരു ഇതായിരിക്കും. അതായത് നമുക്ക് പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലെ സൂപ്രണ്ടുമാർക്ക് അറിയില്ലായിരിക്കും അവിടെ ഒരു എക്സ്റേ മാത്രമുള്ള ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ആ എക്സ്റേ മാത്രമുള്ള സ്ഥാപനത്തിൽ ഞാൻ പറയാം, ഇപ്പം നമ്മുടെ എല്ലാ എക്സ്റേ റൂമുകളിലും നമ്മൾ വെക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള അനുമതി. അപ്പോൾ ഇതില് പല ആളുകളും നമ്മുടെ സെഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്ന ഒരു അനുമതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് CTക്കും കാത്ത് ഒരു അനുമതിയായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ എക്സ്റേക്ക് വേറൊരു അനുമതിയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇതിന്റെ അകത്ത് ആ സെഷനുകളിൽ ഉണ്ടെങ്കിൽ 2 വാക്കുകൾ ഇതിനകത്തുണ്ട്. നമ്മൾ കുറെ സെഷനുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഏതാണ് 2 വാക്കുകൾ എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കുറെ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമാണ്. ഒരു എക്സ്റേക്ക് നമുക്ക് ARBയിൽ നിന്ന് ലഭിക്കുന്ന എന്താണ്, ഒരു കാത്ത് ലാബിന് അല്ലെങ്കിൽ CTക്ക് ARBയിൽ നിന്ന് ലഭിക്കുന്നത് എന്താണെന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കിതിൽ ആരൊക്കെ ഉണ്ട് എന്ന് അറിയില്ല, പക്ഷെ എന്റെ ക്ലാസ്സുകൾ നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് പറയാൻ പറ്റുമായിരിക്കും. നമ്മൾ കുറെ തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിവൺ? രജിസ്ട്രേഷൻ ലൈസൻസും. യെസ്, വെരി ഗുഡ്. അപ്പോൾ പേരെന്തായിരുന്നു? ബിന്ദു. നിങ്ങളുടെ ഏത് ഹോസ്പിറ്റലാണ്? ഞാൻ തിരുവനന്തപുരം ജില്ലാ ഹോസ്പിറ്റൽ. ഓക്കെ, വെരി ഗുഡ്. സോ കറക്റ്റ് കാര്യം തന്നെയാണ് പറഞ്ഞത്. ഒന്ന് രജിസ്ട്രേഷനും ഒന്ന് ലൈസൻസും.
അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ്റേ, മൊബൈൽ എക്സ്റേ, ദന്തൽ എക്സ്റേ, മാമോഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും രജിസ്ട്രേഷൻ ആണ് നൽകുന്നത്. അതേപോലെ ലൈസൻസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഒരു നൽകപ്പെടുന്നത് കാത്ത് ലാബിനും CTക്കുമാണ്. അപ്പോൾ ഈ ലൈസൻസ് CTക്കും കാത്ത് ലാബിനും കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അത് ഹൈ റേഡിയേഷൻ എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് അത് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കുറച്ചും കൂടെ കൺസേൺ അതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു എക്സ്റേ ഫീൽഡ് എടുത്താലും ഒരു സിയാം ഫീൽഡ് എടുത്താലും ഒരു ദന്തൽ എക്സ്റേ എടുത്താലും അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈവൻ സൂപ്രണ്ട്മാർക്ക് പോലും അവെയർ ആവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരാണ് അതിന്റെ RSO ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏതൊരു രജിസ്ട്രേഷൻ എക്സ്റേയുടെ രജിസ്ട്രേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനകത്ത് കാണാം അവിടുത്തെ സൂപ്രണ്ടിനെയാണ് അവിടുത്തെ RSO ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഹി ഓർ ഷീ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ റൂൾസ് ആൻഡ് റെഗുലേറ്ററി കംപ്ലൈൻസസ് എല്ലാം അവരായിരിക്കും അതിനകത്ത് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. പക്ഷെ ഒരു ഇൻസ്പെക്ഷൻ വരാൻ നേരം പലപ്പോഴും ഈ ഇലോറ എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൽ എന്താണോ നടക്കുന്നതെന്നോ ചിലപ്പോൾ അവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കത്തില്ല. സോ ഇന്നത്തെ ഒരു കാലത്ത് മെഡിക്കൽ ഓഫീസേഴ്സ്, സൂപ്രണ്ടുമാര് ഇവരെല്ലാവരും ഇത് വളരെയധികം പഠിക്കേണ്ട ഒരു ആവശ്യകതയാണ് വന്നിരിക്കുന്നത്. കാരണം പലപ്പോഴും ഇൻസ്പെക്ഷൻസ് വരുമ്പോഴും എല്ലാം ഫസ്റ്റ് ലെവലിൽ എൻഡ് യൂസർ, അതായത് ആ ഹോസ്പിറ്റലിന്റെ മേജർ അതോറിറ്റി എന്ന നിലയിൽ ചിലപ്പോൾ സൂപ്രണ്ടിനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇവിടെ ആണ് പുതിയൊരു വാക്ക് വരുന്നത്, ഒരു ഡെസിഗ്നേറ്റഡ് RSO എവിടെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത്. ഒരു കാത്ത് ലാബോ ഒരു അല്ലെങ്കിൽ ഒരു CTO നമ്മൾക്ക് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡെഡിക്കേറ്റഡ് RSO മാൻഡേറ്ററി ആയിട്ട് വരും. അപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ വരാൻ നേരം നിങ്ങൾക്ക് RSO ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് കൃത്യമായിട്ടും നമുക്കൊരു ഉത്തരമുണ്ട്. കാരണം ഒരു എക്സ്റേ മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരമുണ്ട്. നിങ്ങളുടെ ലൈസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ RSO നിങ്ങളുടെ സൂപ്രണ്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറോ ആണെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സോ അതിനുള്ള ഉത്തരം നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്, ഒരു CTO കാത്ത് ലാബോ ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഒരു സൂപ്രണ്ടിന് RSO ആവാൻ സാധിക്കത്തില്ല. കാരണം അവര് അതിന്റെ ഒരു കൺസേൺഡ് അതോറിറ്റി അല്ല. കാരണം അതിൽ കൂടുതൽ റേഡിയേഷൻ കാര്യങ്ങൾ കൂടുതൽ വരുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള RSOനെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള RSO ആവശ്യം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഡെഡിക്കേറ്റഡ് RSOനെ ചെയ്യുന്നത്? അവിടെയാണ് പുതിയൊരു നെയിം കയറി വരുന്നത്, റേഡിയേഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു കാര്യം. സോ റേഡിയേഷൻ പ്രൊഫഷണൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് RSO. അപ്പോൾ ആർക്കൊക്കെ ഒരു റേഡിയേഷൻ പ്രൊഫഷണൽ ആവാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം ഒരാൾക്ക് ഒരു RSO ആയിട്ട് നോമിനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു ബേസിക് ആയിട്ട് ഒരു റേഡിയേഷൻ പ്രൊഫഷണൽ ആയിരിക്കണം. അപ്പൊ ഈ റേഡിയേഷൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ലോഗിൻ ആണ്. അതായത് ഇപ്പൊ ഞാനൊരു CT ടെക്നീഷ്യൻ ആണെങ്കിൽ എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ട് എനിക്ക് അത് രജിസ്ട്രേഷൻ ചെയ്തു വെക്കാം. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും ഇലോറയിൽ പോയി നമുക്കൊരു റേഡിയേഷൻ പ്രൊഫഷണൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇനി ആർക്ക് വേണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ആ ഒരു ക്വാളിഫൈഡ് എക്സ്റേ റേഡിയോഗ്രാഫർക്ക് എന്താണ് 3 വർഷം മാൻഡേറ്ററി ആയിട്ടും CTയിലോ അല്ലെങ്കിൽ കാത്ത് ലാബിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ മാത്രമേ RPയിലോട്ട് അപ്രൂവ് ചെയ്യാൻ സാഹചര്യമുണ്ട്. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും റേഡിയേഷൻ പ്രൊഫഷണല് ഈവൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാള് എക്സ്റേയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ചിലപ്പം അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാം. അത് 1 in 1000 കേസ് ചിലപ്പോൾ അത് അപ്രൂവ് ആയെന്ന് വരാം. പക്ഷെ RSO നോമിനേഷനിലോട്ട് പോകുമ്പോൾ അത് റിജക്ട് ആകുകയും ചെയ്യും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ RP ആവണം എന്നുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായിട്ട് ഒരാൾ RP ആവണം എന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് അയാൾ എന്തായിരിക്കണം, ഒരാൾക്ക് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് CTയിലോ കാത്ത് ലാബിലോ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് റേഡിയേഷൻ പ്രൊഫഷണൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇലോറ എന്ന പേജിൽ പോകാൻ നേരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ രജിസ്റ്റർ റേഡിയേഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഈ രജിസ്റ്റർ റേഡിയേഷൻ പ്രൊഫഷണൽ നിങ്ങൾക്ക് ഇലോറ ലോഗിൻ പോകുമ്പോൾ രജിസ്റ്റർ റേഡിയേഷൻ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാം. കുറെ പേഴ്സണൽ കാര്യങ്ങളും എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസുകളും അറ്റാച്ച്മെന്റ്സും കുറെ കാര്യങ്ങളും ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒരു RP രജിസ്ട്രേഷൻ എന്താണെന്നും RSO രജിസ്ട്രേഷൻ എന്താണെന്നും നമുക്ക് വളരെ ചുരുക്കത്തിൽ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് 3 വർഷം എക്സ്പീരിയൻസ് ഇൻ CT അവർ കാത്ത് ലാബ് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ഇതാണ്, പല ആളുകൾക്കും ഒരു ഡൗട്ടാണ്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്? അപ്പോൾ ഇതിനും കൃത്യമായിട്ട് ARB ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചില ആളുകളുടെ ആപ്ലിക്കേഷനുകൾ അവർ പണ്ട് ഗവൺമെന്റ് സർവീസിൽ വരുന്നതിന് മുന്നേ ചിലപ്പോൾ അവർ CTയിലോ കാത്ത് ലാബിലോ വർക്ക് ചെയ്തിട്ടുണ്ടാവും പ്രൈവറ്റില്.
അപ്പൊ ഏത് തരത്തിലുള്ള എക്സ്പീരിയൻസുകളും അക്സെപ്റ്റഡ് ആണ്. പക്ഷെ ഇപ്പം പല ആളുകളും ഇത് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ റിജക്ഷൻ ചെയ്യാനുള്ള റീസൺ പലപ്പോഴായിട്ട് കണ്ടുവരുന്നത് ഫോർമാറ്റ് ഫോർ എക്സ്പീരിയൻസ് യു ഹാവ് പ്രൊവൈഡഡ് ഈസ് നോട്ട് ആസ് പെർ ARB ഫോർമാറ്റ്, ഇങ്ങനെ ഒരു കാര്യം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഇത് ഒരു ഫോർമാറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഇത് വേണേൽ അക്നോളജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് CTയിലും കാത്ത് ലാബിലും എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് അക്നോളജ് ചെയ്യാം. അപ്പൊ ഇത് എന്തിന്റെ ബേസിസിലാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അക്നോളജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ യുവർ പ്രീവിയസ് എക്സ്പീരിയൻസ്. നിങ്ങൾ ചിലപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് ചോദിക്കുമായിരിക്കും, ഇത് തരുമ്പോൾ നിങ്ങൾക്ക് ഇതിന് വാലിഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്ക് അങ്ങനെ അറിയാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് കാണിക്കുമ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് അത് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ജനറൽ ഒരു ഔട്ട്ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു ഇതിലോട്ട് പോകാൻ നേരം, അതായത് ഒരു RPയിലോട്ട് പോകാൻ നേരം നമുക്ക് മാൻഡേറ്ററി ആയിട്ട് 3 വർഷത്തെ CT കാത്ത് ലാബ് എക്സ്പീരിയൻസ് വേണം. അത് കൃത്യമായിട്ട് ഒരു ഫോർമാറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ആ ഫോർമാറ്റ് കൃത്യമായിട്ട് നമുക്ക് ARB സൈറ്റിനകത്ത് നമുക്കുള്ളതാണ്. ഇത് പലപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ഫോർമാറ്റ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ARBയിലോട്ട് അക്സെപ്റ്റഡ് ആവത്തുള്ളൂ, അല്ലാത്തതെല്ലാം ചിലപ്പോൾ റിജക്റ്റഡിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഔട്ട്ഷെൽ എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ യുവർ ക്വസ്റ്റ്യൻസ്, അതായത് ഇനി ഞാൻ അതിന്റെ അകത്ത് കൂടുതൽ ടൈം കളയുന്നില്ല. അപ്പൊ സർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറയൂ സർ, ഇത് 3 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിപ്ലോമയും ഡിഗ്രിക്കും അങ്ങനെ വേർതിരിച്ചുണ്ടോ? അതായത് ഡിഗ്രിക്കാർക്ക് 3 ഇയർ എക്സ്പീരിയൻസ് വേണ്ട, ഡിപ്ലോമക്കാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ, അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഗൈഡ് ലൈൻസിന്റെ അകത്ത് അങ്ങനെ ഒരു ബൈഫർക്കേഷൻ ഇല്ല. കാരണം നിങ്ങൾ ഇതാണ് ഇതിന്റെ പെർഫെക്റ്റ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞത്. ഇതിനകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഇതിനകത്ത് വിത്ത് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് CT, ഇതിനകത്ത് ഡിപ്ലോമയെന്നോ അല്ലെങ്കിൽ ഇതെന്നോ ഉള്ള ഒരു ബൈഫർക്കേഷൻ കാണുന്നില്ല. അങ്ങനെ ഉള്ളതായിട്ട് എനിക്കും എന്റെ അറിവിലും ഇല്ല. കാരണം ഈവൻ ഡിപ്ലോമ ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും നമുക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് തന്നെയാണ്. സർ, ഒരു സംശയം ചോദിക്കാമോ? ഇനി നിങ്ങളുടെ സംശയത്തിനുള്ള സെഷനാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഓക്കെ സർ, എന്റെ സംശയം എന്ന് വെച്ചാൽ നമ്മളിപ്പോ അറ്റ് പ്രസന്റ് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ CT മെഷീൻ ഇല്ല. ഓക്കെ, CT മെഷീനോ കാത്ത് ലാബോ ഇത് രണ്ടും ഇല്ലാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് പ്രയർ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ HOD ഈ കൺസേൺ ഫോർമാറ്റിൽ നമുക്ക് CT എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് തരാൻ ഒരു വില്ലിംഗ് ആണ്. അപ്പോഴും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്പർ അറ്റ് പ്രസന്റ് ഉള്ള ഹോസ്പിറ്റലിന്റെ അല്ലേ കൊടുക്കുന്നത്? അതെ. അപ്പൊ ഈ ARBയിലോട്ട് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ നമ്പർ വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യുമോ ഇവിടെ CT ഉണ്ടോ? അത് നമ്മൾ എങ്ങനെയും ബാധിക്കുമോ? അതെന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പേര് പറഞ്ഞു ഇത് ഓക്കെ ആകില്ല എന്ന്. അപ്പൊ അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം? അല്ല, ഇപ്പൊ കണ്ടുവന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോർമാറ്റിൽ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ഫോർമാറ്റിനകത്ത് ELR രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ നിലവിലത്തെ ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ താഴെ ഇവിടെ ഇപ്പൊ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എക്സ്പീരിയൻസ്, അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫോർമാറ്റ് നമ്മൾ വെക്കുവാന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ഒരു SV സ്കാൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക. അപ്പൊ അവരവിടെ ചെക്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡിക്ലെയർ ചെയ്ത ആ സ്ഥാപനത്തില് ഈ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതായത് ഈ ടെക്നീഷ്യൻ രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനത്തിലാണോ എക്സ്പീരിയൻസ് എടുത്തത്, അത് റിജക്ഷനിലോട്ട് വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ പറഞ്ഞു, അവര് എക്സ്പീരിയൻസ് ലെറ്റർ വെച്ച് 3 വർഷത്തെ എക്സ്പീരിയൻസ് ലെറ്റർ വെച്ചപ്പോൾ അവർ ആ എക്സ്പീരിയൻസിൽ വെച്ചിരുന്ന ആ സ്ഥാപനത്തിനെ അവർ ക്രോസ് ചെക്ക് ചെയ്തു. ARBക്കാർ ആ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ ആ സ്ഥാപനത്തിലെ മെഷീനിൽ ലൈസൻസ് ഇല്ലാതാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ആ ലൈസൻസ് ഇല്ലാതെ മെഷീനിൽ അവര് എക്സ്പീരിയൻസ് എടുത്തുകൊണ്ട് ആ ഒരൊറ്റ റീസൺ വെച്ചിട്ട് അതിനെ റിജക്ട് ചെയ്തു. അല്ലാതെ നമ്മളിപ്പോ അപ്പൊ സാർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ കൺസേൺ ഫോർമാറ്റില് അതായത് നമുക്കിപ്പോ CT എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ് തന്നാൽ നമുക്ക് പ്രീവിയസ് CT എക്സ്പീരിയൻസും കൂടെ കാണിച്ചിരിക്കണം അല്ലെ? അവിടെ ARBയുടെ അപ്രൂവലും ആയിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ. ഇപ്പൊ ഇതിന്റെ അകത്ത് നോക്കിക്കേ, ഈ ഫോർമാറ്റിന്റെ അകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ പേരോ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം നമ്മുടെ ഈ ഫയല് നോക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലോട്ട് രജിസ്ട്രേഷൻ നമ്മൾ കയറ്റി വരുന്നേ ഉള്ളൂ. നമ്മുടെ ഫയല് നോക്കുന്ന ഓരോ കേസ് ഓഫീസർമാരാ, അവിടെ ഇരിക്കുന്ന ഓരോ സയന്റിഫിക് ഓഫീസേഴ്സ് ആണ്. അവർ നോക്കുന്നു, അവരുടെ അവരായിരുന്നു നോക്കുന്ന, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ആപ്ലിക്കേഷൻ വരുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് ഇരുന്ന് നോക്കുമ്പോൾ ഈ ഒരു ഇതിന്റെ അകത്താണെങ്കിൽ ഈ നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അക്നോളജ് ചെയ്യുവാണ്
ഫോർ എക്സാമ്പിൾ ആദ്യത്തെ സീരിയൽ നമ്പർ എഴുതി, CT എക്യുപ്മെന്റ്, അതിന്റെ മോഡൽ, അതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് എന്താണ്, എൻഡ് ഡേറ്റ് എന്താണ്, നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് അത് അക്നോളജ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ട്, അല്ലെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അപ്പൊ അതാണ് അവർ നോക്കുന്നത്. മറിച്ച് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാതെ, രണ്ട് സിനാരിയോ ഞാൻ പറയാം. ഒന്ന്, ഒരു ടെക്നീഷ്യൻ ഈ ഫോർമാറ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അയാൾ പണ്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ലെറ്റർ ആ എക്സ്പീരിയൻസിന്റെ സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആ കേസ് ഓഫീസറിന്റെ ഫ്രണ്ടിലോട്ട് കൂടുതലായിട്ട് നമ്മൾ ഒരു ഡോക്യുമെന്റ് കൊടുത്തു. അപ്പൊ അവരുടെ ഉള്ളിൽ അവർക്ക് വേണമെങ്കിൽ ആ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്ന ഇവർ വർക്ക് ചെയ്തത് കൃത്യമായിട്ടാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത വന്നു. മറിച്ച് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കയറ്റി വിടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിയിലും കാത്തലാബിലും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് പറയുവാണ്. അവർക്ക് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് നോക്കി അത് ക്ലാരിഫൈയും ചെയ്യാം, ആർക്ക്? നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്. അപ്പൊ ഇത് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ റിജക്ട് ആയത്, ഇനി ആരെങ്കിലും ഇതിനകത്ത് റിജക്ട് ആയിട്ടുണ്ടെങ്കിൽ അതും പറയാം. പക്ഷെ എന്റെ അറിവിൽ ഈ ഫോർമാറ്റിൽ കൊടുത്ത ആളുകൾക്ക് കൂടുതലും അപ്രൂവൽ ആണ് കിട്ടിയിരിക്കുന്നത്. കാരണം മറു സൈഡിൽ നമ്മളൊരു സ്ഥാപനത്തിന്റെ ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, പണ്ടൊന്നും സ്ഥാപനങ്ങൾ ഈ ഇരോറയിലൂടെ അല്ല പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളവിടെ എക്സ്പീരിയൻസ് എടുത്തു. പക്ഷെ ഇപ്പോൾ ARB അതിനെ എല്ലാം കൊണ്ട് ഇരോറയായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ അതിൽ കുറെ പ്രശ്നങ്ങൾ വരാം. അപ്പൊ അതിനെ ഒഴിവാക്കാനുള്ള ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അപ്രൂവൽ എലിജിബിലിറ്റി ഹൈ ആയിരിക്കും. സാർ, അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ CT ഇല്ല, സിയാം മെഷീൻ വർക്കിംഗ് ആണ്. അത് ARB സൈറ്റിൽ ലൈസൻസും ഉള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ആ മെഷീന്റെ പേര് വെച്ചിട്ട്? അല്ല, അത് CT അത് ഇതല്ലേ വരുന്ന, അത് സിയാം മെഷീൻ അല്ലേ. അപ്പൊ അത് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിജക്ഷൻ വരും. യു ഡു നോട്ട് ഹാവ് എനി എക്സ്പീരിയൻസ് ഇൻ CT കാത്തലാബ് എന്ന് പറഞ്ഞ റിജക്ഷൻ വരും. അപ്പൊ ഈ സിയാം എന്ന് പറയുന്നത് കാത്തലാബിന്റെ കാറ്റഗറിയിലോട്ട് പോകില്ല അല്ലേ? ഇല്ല, അത് പോവില്ല. കാരണം കാത്തലാബ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് MA, ഇപ്പൊ സിയാമിന്റെ MA അല്ല, കറണ്ട് അല്ല അതിന്റെ അകത്ത് വരുന്നത്. കാത്തലാബിന്റെ അകത്ത് ഹയർ MA ആണ് വരുന്നത്. സിയാമിന്റെ MA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ അറിയാം, ഒരു 200 MA അല്ലെങ്കിൽ 150 MA വരെയുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ കാത്തലാബ് അതല്ല. കാത്തലാബ് 500-600 MA മുകളിൽ പോകുന്ന കാത്തലാബുകളുണ്ട്. ഓക്കെ സാർ, അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് പ്രസന്റ് ഇപ്പൊ CT ഇല്ല, പക്ഷെ നമ്മുടെ HOD നമുക്ക് CT എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിച്ചിട്ട് ഈ കൺസേൺഡ് ഫോർമാറ്റിൽ തരാൻ വില്ലിങ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്താൽ കിട്ടുമെന്നല്ലേ സാർ പറയുന്നത്, അല്ലേ? അതായത് നമ്മൾ ആദ്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ട് ചെയ്തെന്ന് വിചാരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാതിരിക്കാൻ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നമ്മൾ പലപ്പോഴും ആദ്യമേ ഇത് അപ്ലൈ ചെയ്ത് നോക്കും, ഇതിൽ എന്താണ് റിജക്ഷൻ വരുന്നതെന്ന് നോക്കും. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒരു 10 മനുഷ്യന്മാരുണ്ട്, ഇത് നോക്കുന്ന 10 ഓഫീസേഴ്സും 10 മൈൻഡ് സെറ്റിലായിരിക്കും ഇരിക്കുന്നത്. ചിലപ്പം മേഡം ഇപ്പം അവിടുന്ന് ഒരു ആപ്ലിക്കേഷൻ വെച്ചു, ഇതേ ആപ്ലിക്കേഷൻ തന്നെ ഇപ്പൊ മലപ്പുറത്തുള്ള വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരാൾ വെച്ചു. ചിലപ്പോൾ മേഡത്തിന്റെ അപ്രൂവ് ആവും, മറ്റേ പുള്ളിയുടെ റിജക്ട് ആവും. അപ്പം ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ് എനിക്ക് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത്, ഇത് നമ്മൾ ചിലപ്പോൾ ഇപ്പം കുറെ ലൂപ്പ് ഹോളുകളുണ്ട് ഇതിനകത്ത്. ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് RP അവര് എക്സ്റേയുടെ എക്സ്പീരിയൻസ് വെച്ച് കൊടുത്ത ആളുകൾക്ക് RP കിട്ടിയ സാഹചര്യമുണ്ട്. അപ്പൊ മറിച്ച് മറ്റേ ആൾ എക്സ്റേയുടെ കൊടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അയാളുടെ റിജക്ട് ആവും. അപ്പൊ ഇതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് അപ്രൂവൽസ് അല്ല. ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് അപ്രൂവൽ എവിടെയാണ് വരുന്നത്? നിങ്ങൾ ഒരു എക്സ്റേയുടെ റിന്യൂവൽ ലൈസൻസ് കൊടുക്കാൻ നേരത്തോ അല്ലെങ്കിൽ ഡെന്റൽ എക്സ്റേയുടെ റിന്യൂവൽ ലൈസൻസ് കൊടുക്കാൻ നേരത്തോ ഒക്കെ കമ്പ്യൂട്ടർ ആണ് അത് ജനറേറ്റ് ചെയ്ത് വിടുന്നത്. പണ്ടൊരു നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു ഒരു സൈറ്റ് പ്ലാന്റെ ഒരു ഓപ്ഷൻ ചോദിക്കും, അതായത് 4x4.5 അവിടെ നിങ്ങൾ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ ലൈസൻസ് കിട്ടുന്ന സാഹചര്യമായിരുന്നു പണ്ട്. കാരണം അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആ കമ്പ്യൂട്ടർ നോക്കുന്നത് എന്താണ്, 2 MB ഒരു ഫയൽ അപ്ലോഡഡ് ആയോ, ഇത്രേ നോക്കത്തുള്ളൂ. പക്ഷെ മറിച്ച് CTയുടെ കാത്തലാബിന്റെ ലൈസൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നേരെ ഒരു ഓഫീസറിലോട്ട് പോകും. അപ്പൊ അയാൾ എന്തൊക്കെ നോക്കും, QA റിപ്പോർട്ട് ഉണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാളേഷൻ റിപ്പോർട്ട് ഉണ്ടോ, മറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സൈറ്റ് പ്ലാൻ ഉണ്ടോ, ഇതെല്ലാം നോക്കും. അപ്പൊ ഇതിനകത്ത് തന്നെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ കമ്പ്യൂട്ടർ നോക്കുന്ന കാര്യങ്ങളുണ്ട്, കുറെ മനുഷ്യർ നോക്കുന്ന കാര്യങ്ങളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ RP രജിസ്ട്രേഷൻസ് എല്ലാം അവിടുത്തെ സയന്റിഫിക് ഓഫീസേഴ്സ് ആണ് ഇത് നോക്കുന്നത്. അതുകൊണ്ട് ഈ ഫോർമാറ്റിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അത് ബില്ലിംഗ് അത് നിങ്ങൾക്ക്, കാരണം അവിടെ ഒരു ഇതുണ്ടാവണം, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇതൊരു സത്യവാങ്മൂലമാണ്. കാരണം സെൻട്രൽ ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമായിട്ട് നമ്മൾ നിങ്ങളുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുവാണ് ഇന്ന ആൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നാളെ ഇതൊരു ഇൻസ്പെക്ഷൻ വരാൻ നേരം ഇയാൾക്ക് ഇന്ന ഒരു കാര്യം ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള റേഡിയേഷൻ പ്രൊട്ടക്ഷൻ റൂൾ ആക്ട് പ്രകാരം നടപടികളുണ്ട്. അപ്പൊ അത് അവർക്ക് വേണമെങ്കിൽ ഇൻവോക്ക് ചെയ്യാം. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അവര് കൃത്യമായിട്ട്, കാരണം ഒരു RP രജിസ്ട്രേഷൻ ഇല്ലാന്ന് വെച്ചിട്ട് നമുക്ക് അത് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. പക്ഷെ
ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് എടുക്കുവാണെങ്കിലായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വരാൻ നേരത്ത് അത് ചോദ്യങ്ങൾ വരാം, അതിന് കൃത്യമായിട്ട് നമുക്ക് ഉത്തരങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ സാർ, അതുപോലെ തന്നെ ഒരു കാര്യം, ഇപ്പം RSO ഇപ്പൊ നമ്മൾ RP രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമാണല്ലോ RSO ആയിട്ട് എടുക്കേണ്ടത്. അത് ഇപ്പൊ എക്സാം വെബ്ക്യാം എങ്ങനെയാണ്? അത് വെബ്ക്യാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എക്സാമിന് വേണ്ടിയിട്ട്? അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുമോ? എക്സാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മള് ഓൺലൈൻ പോർട്ടൽ വഴിയാണ്. ഇപ്പം സ്ക്രീൻ എനിക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇപ്പം ഞാൻ ഒരു RP ലോഗിനി ജസ്റ്റ് ഒന്ന് കയറാം, ഇപ്പൊ മനസ്സിലാവും. ഓക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കയറിട്ടെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു RP രജിസ്ട്രേഷൻ ആയി എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഒരു RP രജിസ്ട്രേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, നിങ്ങൾ എപ്പോഴും രജിസ്റ്റർ ചെയ്യാൻ നേരം നിങ്ങൾ വെക്കുന്ന മെയിൽ ഐഡിയും ഫോൺ നമ്പറും ഒരിക്കലും ആശുപത്രിയുടെ ആവാൻ പാടില്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതൊരു ആശുപത്രിയുടെ ഒരു കാര്യമല്ല, അതൊരു നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, whenever you are registering an RP, always use personal mail ID and phone number. അപ്പോൾ അങ്ങനെ നമ്മൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേണിംഗ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു മേഖല കാണാം. ഇപ്പം കാണുന്നുണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു ലേണിംഗ് പോർട്ടൽ എന്ന് പറയുന്ന അപ്പുറത്തൊരു ഇതുണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അപ്പൊ ഈ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി ഓപ്ഷനിൽ പോവുക. അവിടെ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ പാസ്സാവേണ്ട പരീക്ഷ. അതായത് 20 ചോദ്യങ്ങൾ, 30 മിനിറ്റ് സമയം, 99 തവണ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊന്നുമില്ല, ആദ്യമേ ഈ RSO അവയർനെസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ ഈ പരീക്ഷയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എന്താക്കാം, നിങ്ങൾക്ക് ഇതിരുന്ന് ആദ്യമേ ജസ്റ്റ് ഗോത്ര ചെയ്ത് പഠിക്കാം. ഇതൊക്കെ PPTകളാണ്. അതിങ്ങനെ നെസ്റ്റ് അടിച്ച് നമുക്ക് പോയി ഇത് പഠിക്കാം. അത് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്താക്കത്തുള്ളൂ, നമ്മൾ എക്സാമിലോട്ട് കടക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഏകദേശം 30 ചോദ്യങ്ങൾ വരും. ആ 30 ചോദ്യങ്ങൾ 20 ചോദ്യങ്ങൾ വരും. അതിൽ നമ്മൾ എനിക്ക് തോന്നുന്നു 80 മാർക്കോളം നമ്മൾ എടുക്കണമെന്ന് തോന്നുന്നു. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം 99 അറ്റംപ്റ്റ്സ് നിങ്ങൾക്കുണ്ട്. ആദ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും പഠിക്കാം, വീണ്ടും നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതിങ്ങനെ ഈ നെസ്റ്റ് അടിച്ച് പോകുന്നതിന് കുറച്ച് ഡിലേ ഉണ്ടാവും, കുറച്ച് ലാഗ് ഉണ്ടാവും. കാരണം നിങ്ങളത് വായിച്ചു നോക്കണം ഓരോന്ന്. കാരണം ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇതെല്ലാം ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാപ്പ് മീറ്റർ എന്താണ്, കാരണം ഇത് കണ്ടില്ലേ, സിയാമിന്റെ KV അതിന്റെ MA എത്ര വരുന്നുണ്ട്, ഇത് കണ്ടില്ലേ. ഇപ്പൊ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നു, സിയാമും ഇതും. സിയാമിന് 20 മുതൽ 250 MA വരെയാണ്. മറിച്ച് കാത്തലാബ് കണ്ടോ, IR കാത്തലാബിൽ വരുമ്പോൾ ഇന്റർവെൻഷണൽ റേഡിയോളജി വരുമ്പോൾ 150 മുതൽ 1250 MA വരെ പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്ത് ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് എന്താണ് എക്സാം ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇതിപ്പം ഇങ്ങനെ ഒരു PPT ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ ഇതിനകത്ത് കാണുന്ന കുറച്ച് മേജർ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ലാസ്റ്റ്ലി എന്നിട്ട് നമുക്ക് എന്താണ് ഇവിടെ അസസ്മെന്റ് ലോഞ്ച് ചെയ്യാം. ലോഞ്ച് അസസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിലോട്ട് പോവുക. അപ്പൊ ചോദ്യങ്ങൾ വരും, അപ്പൊ അതിന് ആൻസർ. ഇപ്പൊ ഞാനിത് ലോഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വേറെ RPD ആണ്, അപ്പൊ അത് ഒരു ഇതാവും. അതുകൊണ്ട് ഞാനിപ്പോ ഈ ലോഞ്ച് അസസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എക്സാമിലോട്ട് പോവുകയാണ്. പിന്നെ അരമണിക്കൂർ കൊണ്ട് നമുക്ക് 20 ചോദ്യങ്ങളും വരും. അതാണ് ഇതിന്റെ അകത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഇതായിട്ട് തന്നെ ചെയ്യാം. നമ്മൾ ഒരു RP കയറി കഴിഞ്ഞാൽ നേരെ ഈ ലേണിംഗ് പോർട്ടലിൽ പോവുക, ഡയഗ്നോസ്റ്റിക് റേഡിയോളജി എടുക്കുക, അവയർനെസ് എടുക്കുക, RSO അവയർനെസ്സിൽ പോവുക. ഓക്കെ, അപ്പൊ വെബ് ക്യാം ഇല്ലെന്നാണ് സാർ പറയുന്നത് ഇപ്പോഴും, അല്ലേ? വെബ് ക്യാമറയുടെ ഓപ്ഷൻ എനിക്ക് പുതിയ അപ്ഡേറ്റ് പ്രകാരം അങ്ങനെ ഒരു കാര്യം എനിക്ക് വന്നിട്ടില്ല. അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു വന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. കാരണം ഇപ്പൊ എക്സാം നടത്താൻ നേരം അതുണ്ടോ എന്നുള്ളത്. കാരണം എനിക്ക് അത് വേണമെങ്കിൽ ഞാനൊന്ന് ചോദിക്കാം. കാരണം ഞാൻ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലൂടെ പോയിട്ടില്ല. എക്സാം നടക്കുമ്പോൾ വെബ് ക്യാമറ ഉണ്ടോ എന്ന്. അപ്പൊ റീസെന്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും എക്സാമുകൾ പോയിട്ടുള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം.
സർ താങ്ക് യു. ആ ആ ആ സെയിം കേസിലെ ഞാൻ കൊല്ലം ജില്ലാ ഹോസ്പിറ്റൽ റേഡിയോഗ്രാഫറാണ്. ആ ആ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ സൂപ്രണ്ടന്റ് ട്രാൻസ്ഫർ ആയി പോയി മറ്റൊരു വ്യക്തി വന്ന് ജോയിൻ ചെയ്യും, നമ്മൾ അതിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുമല്ലോ. അതിന്റെ കേസിലും ഈ വെബ്കാം യൂസ് ചെയ്തിട്ടുള്ള എക്സാം പുതുതായിട്ട് ജോയിൻ ചെയ്ത സൂപ്രണ്ട് പാസ് അങ്ങനെയുണ്ടോ? മീൻസ് അത് വെബ്കാം ഓൺ ആയിട്ട് തന്നെയാണോ അങ്ങനെ ഉള്ളത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഈ വെബ് ക്യാമിന്റെ കൺസെപ്റ്റ് എന്താന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. കാരണം അത് ഒന്ന് ഞാനൊന്ന് അപ്ഡേറ്റ് എടുത്തിട്ട് പറയാം. ഇനി മറിച്ച് ഈ ഓണർഷിപ്പ് ചേഞ്ച് ആകുമ്പോൾ എംപ്ലോയർ ഒരു എക്സാം പാസ് ആവണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കറക്റ്റ് ആണ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് നോക്കിയപ്പോ തന്നെ ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഒരു സ്ഥാപനത്തിലോട്ട് ലോഗിൻ ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ്. അല്ല, ആർക്കെങ്കിലും നമ്മുടെ ഈ RP രജിസ്ട്രേഷനോ പരീക്ഷയോ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഒരു വെബ് ക്യാമിന്റെ ഓപ്ഷൻ വന്നായിരുന്നോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ. എനിക്ക് അങ്ങനെ ഒരു വിവരമില്ല. റാന്നിയില് സൂപ്രണ്ടിനെ ചേഞ്ച് ചെയ്യാൻ നേരം വെബ്കാം ഓൺ ആയിരുന്നു. ഞങ്ങൾ ഈയിടെ അറ്റൻഡ് ചെയ്തിരുന്നു. വെബ്കാം അത് ക്യാമറയുള്ള സിസ്റ്റത്തിലാണെങ്കിൽ വെബ്കാം വേണ്ടും, അല്ലെങ്കിൽ പിറകോട്ട് പോകാണ്ട് മുന്നോട്ട് തന്നെ അടിച്ചു കൊടുത്താൽ വെബ്കാം ഇല്ലാണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസം മുന്നേ. സിസ്റ്റം ക്യാമറ ഉള്ളതാണെങ്കിൽ വെബ്കാം ഓൺ ആവും, ഉറപ്പായിട്ട് ഓൺ ആവും. ക്യാമറ ഇല്ലാത്ത സിസ്റ്റത്തിൽ നോക്കിയിട്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല സാർ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വെബ്കാം ഉള്ള സിസ്റ്റത്തിൽ അത് മുന്നോട്ട് ഓപ്ഷൻ കൊടുത്താൽ 3 പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെയ്തു, അതാ പറഞ്ഞത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകൾക്കും എന്താണ് എക്സാം എഴുതി കൊടുക്കുന്ന ചിലപ്പോൾ QA എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരിക്കുന്നതായിരിക്കും. കാരണം ഫേക്ക് ആയിട്ട് ആരും എക്സാം ഇത് ഇതാവാതിരിക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അതുപോലെ നമുക്കിപ്പം RP രജിസ്ട്രേഷന് കണ്ടിന്യൂസ് 3 ഇയർ എക്സ്പീരിയൻസ് ചെയ്തിട്ട് CT ഓർമ്മിക്കാത്തതാണല്ലോ. അപ്പൊ ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്, അപ്പം സ്പ്ലിറ്റ് ആണ് എങ്കിൽ അത് RP രജിസ്ട്രേഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടോ? അതോ കണ്ടിന്യൂസ് തന്നെ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആണോ? ഇല്ല, കുഴപ്പമില്ല. നമ്മൾ ആ പീരീഡിൽ സബ്മിറ്റ് ചെയ്യാൻ നേരം അത് ഉണ്ടായാൽ മതി. അങ്ങനെയുള്ള ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന പോലെയുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇതിന്റെ അകത്ത് അവർ പറയൂല. അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവണം. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഫോർമാറ്റ് ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ആ ഫോർമാറ്റില് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങ് ഇത് ചെയ്യുവാണല്ലോ. നമുക്ക് ഇതിന്റെ അകത്ത് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അവരപ്പം നോക്കുന്നത് ഡിഫറെന്റ്, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഡോക്യുമെന്റ്സ് വെച്ചിട്ടായിരിക്കും ആ ഒപ്പിടുന്ന ആൾ അത് ചെയ്തു തരുന്നത്. അപ്പോൾ അതിനത് വേറെ പ്രശ്നങ്ങളില്ല. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. മറ്റൊരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പം CSCകളിലും PSCകളിലും ഒക്കെ RSO ആയിട്ടിരിക്കുന്നത് സൂപ്രണ്ടന്റ് തന്നെ ആയിരിക്കണം എന്നാണോ? അത് അവിടെ റേഡിയോഗ്രാഫർ ഉണ്ടെങ്കിലും? ഇല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോഗ്രാഫർക്ക് ഒരിക്കലും അതിന്റെ ഇതായിട്ടിരിക്കാൻ പറ്റൂല. അതായത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ പറ്റും. പക്ഷെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ അവിടുത്തെ എംപ്ലോയർ ഉണ്ടെങ്കിലേ അത് രജിസ്ട്രേഷൻ നടക്കത്തുള്ളൂ. അപ്പൊ ആ എംപ്ലോയർ എന്ന് പറയുന്നത് ഒരിക്കലും അവിടുത്തെ ടെക്നീഷ്യൻ, അവിടുത്തെ സ്റ്റാഫ് ആവാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ലോജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിൽ ഒരിക്കലും ഒരു റേഡിയോഗ്രാഫർ ഒരു ഇതായിട്ട് എംപ്ലോയർ ആയിട്ട് വരൂല. അല്ല, ഇപ്പൊ ഒരു എക്സ്റേ മാത്രം അല്ലെങ്കിൽ എക്സ്റേ മമ്മോഗ്രാഫി മാത്രമുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ അത് എംപ്ലോയറിന്റെ കേസിലാണെങ്കിൽ നമുക്ക് സൂപ്രണ്ടന്റ് വെച്ച് ചെയ്യാം. സപ്പോസ് ഇപ്പൊ RSO ആയിട്ടിരുന്ന ഒരു റേഡിയോഗ്രാഫർ ട്രാൻസ്ഫർ ആയി, ഇപ്പം ഒരു ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ഒരു CHCയിലേക്ക് പോയെന്ന് വെച്ചോളൂ. അപ്പൊ അവർക്ക് അവിടെ RSO എന്നുള്ളത് അവിടെ അത് ആപ്ലിക്കബിൾ അല്ല അല്ലെ? ആപ്ലിക്കബിൾ അല്ല. അവിടെ അവർക്ക് RSO ആപ്ലിക്കേഷൻ ഇല്ല. കാരണം അവിടുത്തെ ഒരു എക്സ്റേ ഉള്ളെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് നമ്മുടെ എംപ്ലോയറിന്റെ പേരിലായിരിക്കും എടുത്തിരിക്കുന്നത്, അതായത് സൂപ്രണ്ടിന്റെ പേരിലായിരിക്കും. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് അവിടെ വേറെ ഇഷ്യൂസ് ഇല്ല. അവർക്ക് അപ്പൊ ചെയ്യേണ്ടത് എന്താണ്, ആ GH ഇപ്പൊ ഫോർ എക്സാമ്പിൾ GH എറണാകുളത്താണ് അവർ വർക്ക് ചെയ്തത്. അപ്പൊ GH എറണാകുളത്ത് നിന്ന് അവരുടെ RSO ആപ്ലിക്കേഷൻ ഇത് ചെയ്യണം, ഡിസോസിയേറ്റ് ചെയ്യണം, ഡിസോസിയേറ്റ് ചെയ്തിടണം. ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പേര് അവിടെ ഉണ്ടാവും, അവിടുത്തെ RSO നമ്മളായിട്ട് തന്നെ തുടരുകയും ചെയ്യും. അതുകൊണ്ട് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. വേറെ ഒരു CSC പോയി കഴിഞ്ഞാൽ അവിടെ വേറെ റിസ്കോ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് ചെയ്യുക, അണ്ടർ ഡെസിഗ്നേറ്റ് ചെയ്യുക. നമ്മൾ വെറുതെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നമ്മുടെ കയ്യിൽ വെക്കുക, അത് പുറത്തോട്ട് പോകാതെ ഇരിക്കുക എന്നുള്ളൂ. അവിടെ എംപ്ലോയർ RSO. ഒരു സംശയം. ഓക്കെ. നമ്മളിപ്പം ഒരു CT ഉള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു, ഒരു 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ നമ്മുടെ നോർമൽ ആ സ്ഥാപനത്തിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടാതെ നമുക്ക് ഈ ഇലോറിയുടെ സൈറ്റിൽ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്? നമ്മൾ അത് തന്നെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ വേണമോ ഈ ഇലോറയിലേക്ക് നമ്മൾ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാനായിട്ട്? അങ്ങനത്തെ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കാവോ? ഇതാണ് നമുക്ക് ഇലോറയിൽ നിന്ന് കിട്ടുന്ന ഫോർമാറ്റ്. കാണാമെന്ന് വിചാരിക്കുന്നു. കാണാം.
ഇത് നമ്മൾ എങ്ങനെയാണ് അതിന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്? ഏത് പാർട്ടിലാണ് അത് കിടക്കുന്നത് എന്ന് ഇത് പറഞ്ഞുതരാമോ? നമ്മള് ഇതിപ്പോ ഞാൻ എടുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് റേഡിയേഷൻ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ARB എന്ന് ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അന്നേരം തന്നെ ARBയുടെ സൈറ്റിലോട്ട് തന്നെയാണ് പോകുന്നത്. ഞാനിപ്പോ ജസ്റ്റ് ട്രെയിനിങ്ങിന് മുന്നേ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തേ ഉള്ളത്. അതായത് റേഡിയേഷൻ പ്രൊഫഷണൽ ARB എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ജസ്റ്റ് കൊടുത്തു. ഫസ്റ്റ് പേജ് ഫോർമാറ്റ് ഓഫ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് വന്നു, ഓപ്പൺ ആക്കി. ഞാൻ അങ്ങനെയാണ് ഇപ്പൊ എടുത്തത്. ഇത് നമ്മള് ഓക്കെ മനസ്സിലായി. ഇത് നമ്മള് വൺസ് സൈൻ ചെയ്ത് കിട്ടിയ ശേഷം നമ്മൾ ഇത് ARBയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ രജിസ്റ്റർ ഇവിടെ നമ്മുടെ ഇത് കണ്ടില്ലേ, ഇതാണല്ലോ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥലം. അതായത് ഫോർ എക്സാമ്പിൾ ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ റേഡിയേഷൻ പ്രൊഫഷണലി നമ്മൾ പോകുന്നു, അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടുന്നു. ഈ അറ്റാച്ച്മെന്റിന്റെ അകത്ത് എന്ത് കൊടുക്കും? ഈ അറ്റാച്ച്മെന്റിന്റെ അകത്ത് ഇവിടെ പ്രാക്ടീസ് കൊടുക്കണം. അറ്റാച്ച്മെന്റില് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ RPയുടെ അത് ഓൺ നമ്മൾ ലോഗിൻ ചെയ്ത് കയറിയ ശേഷം ഏത് മെനുവിലേക്ക് പോയിട്ടാണ് ഈ ഒരു ഇതിലേക്ക് നമ്മൾ വരുന്നത്? നമ്മുടെ ഇലോറ സൈറ്റ് ഇല്ലേ, ഇതാണ് ഇലോറ സൈറ്റ്. ഓക്കെ, ഇലോറ സൈറ്റിൽ കയറി നമ്മൾ ഏത് ഐക്കണിലൂടെയാണ് നമ്മൾ രജിസ്റ്റർ റേഡിയേഷൻ പ്രൊഫഷണൽ കണ്ടോ? ഇത് കണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലോട്ട് പോകുന്നു. ഇവിടെ നിങ്ങൾ ആദ്യത്തെ റീജിയനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, കൺഫേം ഇമെയിൽ കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ളതല്ലേ? അതെ 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 അതെ. ഞാൻ ചോദിക്കുന്നത് അതല്ല, നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് RSO ആയിട്ട് എടുത്ത് വർക്ക് ചെയ്തു. RSO അഡീഷണൽ റെസ്പോൺസിബിലിറ്റി വർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കിട്ടുമല്ലോ. അത് നമ്മൾ ഇലോറയിലേക്ക് ആഡ് ഓൺ ചെയ്യൂലേ? അങ്ങനെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസുകൾ ഇലോറയിലോട്ട് പേഴ്സണലി അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇല്ല അല്ലേ? അങ്ങനെയില്ല. കാരണം ഇതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് അപ്ഡേറ്റ് ചെയ്യാനല്ല. നമുക്കൊരു മിനിമം ക്രൈറ്റീരിയ ഉണ്ട്. അത് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ നമുക്ക് RP രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞു. നമുക്കൊരു എന്താണ് രജിസ്ട്രേഷൻ നമ്പറും ആയി കഴിഞ്ഞു. പിന്നീട് അത് കിട്ടുന്ന എക്സ്പീരിയൻസുകൾ വെച്ചിട്ട് നമ്മൾ ഇതിൽ പോയി സൈറ്റിൽ പോയി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പ്രൊവിഷൻ ഇതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ഗൈഡ് ലൈൻസിൽ ഇല്ലതാണ്. അങ്ങനെയില്ല. കാരണം ഇപ്പൊ നിങ്ങളൊരു എക്യുപ്മെന്റിന്റെ QA ആണ് ചെയ്യുന്നെങ്കിൽ അതിന്റെ QA റിപ്പോർട്ട് 2 വർഷം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. അത് മാൻഡേറ്ററി ആണ്. പക്ഷെ ഒരു ടെക്നീഷ്യൻ പക്ഷെ ഒരു റേഡിയോഗ്രാഫർ, ഒരു RP രജിസ്ട്രേഷൻ കിട്ടിയ റേഡിയോഗ്രാഫർ അവർക്ക് പിന്നീട് ലഭിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം, അവരുടെ എക്സ്പീരിയൻസ് ലോഡ് ചെയ്യണമെന്ന് അങ്ങനെയുള്ള ഒരു പോർട്ടൽ അല്ല ഇത്. ഹലോ ഡയറക്ടറാണ്. ഹലോ സാർ, എനിക്ക് സംശയമില്ല. ഈ സാർ ഒരു ഫോർമാറ്റ് പറഞ്ഞില്ലേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫ് ദി നമ്മൾ പ്രീവിയസ് വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രജിസ്ട്രേഷൻ നമ്പർ ആണോ അതോ ഇപ്പൊ പ്രസന്റ് വർക്ക് ചെയ്യുന്ന രജിസ്ട്രേഷൻ നമ്പർ ആണോ ഇവിടെ ആഡ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ കൊടുത്താൽ മതി. വേറെ സംശയം സാർ, ഞാൻ ഇത്രയും അറ്റാച്ച്മെന്റ് വരെ ആഡ് ചെയ്തതിന് ശേഷമില്ലേ ഓപ്പൺ സബ്മിറ്റ് കൊടുക്കുമ്പോ മൊത്തം എറർ കാണിക്കുന്നുണ്ട്. അത് ഒരു 10 വട്ടം കൊടുത്തിട്ടും അത് 10 വട്ടം എറർ കാണിച്ചുകൊണ്ടിരിക്കുക. അത് ഫോണിൽ ചെയ്യുന്നുണ്ടാണോ? ഇത് ശരിക്കും അല്ല, ഇത് 3 റീസൺസ് ആവാം. 3 റീസൺസ് ഇതിനകത്തുണ്ട്. ഒന്ന്, ഈ സൈറ്റ് പലപ്പോഴും പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. 2, നമ്മളിപ്പോ ഈ ഒരു ഏരിയ നമ്മൾ ടൈപ്പ് ചെയ്തു. ആ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചിലപ്പം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എറർ അടിക്കും. അപ്പൊ എല്ലാ ഏരിയകളും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തു എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം, മാൻഡേറ്ററി കാര്യങ്ങളെല്ലാം ഉറപ്പ് കൊടുത്തതിന് ശേഷം മാത്രം സബ്മിറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പൊ ഇതിന്റെ അകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ഏരിയക്കകത്ത് മൊബൈൽ നമ്പർ, ഇമെയിലും, ഈ ഏരിയയിൽ എപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമാണ് കൊടുക്കേണ്ടത്. കോൺടാക്ട് ആൻഡ് അക്നോളജ്മെന്റ് അകത്ത് അടുത്ത ഒരു ഏരിയക്കകത്തും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. മറ്റത് സബ്മിറ്റ് ചെയ്തു. രണ്ടാമത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അത് സബ്മിറ്റ് ചെയ്തു. അടുത്ത ഓപ്ഷൻ അറ്റാച്ച്മെന്റ് വന്നു, അതും സബ്മിറ്റ് ചെയ്തു. ആ അറ്റാച്ച്മെന്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോഴാണ് മൊത്തം കറങ്ങിയിട്ട് പിന്നെ അങ്ങ് നിൽക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ട് ഇല്ല സാർ. അത് മൊത്തം അങ്ങ് പിന്നും റീസബ്മിറ്റ് അങ്ങനെ എന്തോ മെസ്സേജ് വന്നിട്ട് പിന്നെ അത് കറങ്ങി അങ്ങ് നിൽക്കുന്നത്. കറക്റ്റ് നോർമൽ സിനാരിയോയില് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണ്, അങ്ങനെ ഇഷ്യൂ വരേണ്ടതല്ല. പക്ഷെ അത് എന്താണ് എറർ വന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലാണ് അത് എന്താന്ന് പറയാനും പറ്റുള്ളൂ. സജിത SY കുറച്ചു നേരമായി ഒരു സംശയം ചോദിക്കാനായിട്ട് കൈ ഉയർത്തുന്നുണ്ട്. സജിത പ്ലീസ്. അതെ, എനിക്ക് തൊടുപുഴയിലെ റേഡിയോഗ്രാഫർ ആണ്. 2 ദിവസം മുന്നേ നമുക്ക് TTക്ക് ലൈസൻസ് കിട്ടി. അപ്പോ ഇപ്പൊ നമുക്ക് നിലവിലുള്ള RSO
RSOക്ക് ഇപ്പൊ ഡിസോസിയേറ്റ് ചെയ്ത് പോണ ആള് ട്രാൻസ്ഫർ ആകുകയാണ്. അപ്പൊ നമുക്ക് പകരം ഇവര് RSO വെക്കണമല്ലോ. അപ്പൊ ഇപ്പൊ അന്വേഷിച്ചപ്പോ ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്ക് RP കിട്ടിയതിന് ശേഷം നിലവിലുള്ള RSOയെ ഡിസോസിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം NGOs ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു ചെക്കിങ്ങിന് അവിടെ വരുമ്പോ RSO ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാർക്ക് കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ അതുണ്ടോ? അതായത് പുതിയൊരാൾക്ക് RP കിട്ടിയതിന് ശേഷം മാത്രമേ ഇപ്പൊ നിലവിലുള്ള RSOയെ ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നങ്ങനെ ഉണ്ടോ? അത് തന്നെയാണ് കറക്റ്റ് മെത്തേഡും. കാരണം ഇപ്പം നമ്മുടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പോവാൻ നിൽക്കുന്ന ആള് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ദ മൂവ്മെന്റ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്പുറം ഒരു NC അടിക്കും. NC അടിക്കാൻ പോകുന്നത് എന്താണ്? യു ഡു നോട്ട് ഹാവ് എ വാലിഡ് RSO എന്ന് പറഞ്ഞിട്ട് NC അടിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം കമ്പ്യൂട്ടർ കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ ഒരു എയിലിരിക്കുന്ന സാധനം ബിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബി അന്നേരം തന്നെ അലേർട്ട് കാണിക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതിന്റെ അകത്ത് ഉള്ളത്. ഇതൊരു അറയാണ്. അപ്പം ശരിക്കും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാൾ പോകുന്ന അപ്പം ഒരു പുതിയൊരു RP ആക്കുക, RPനെ എടുത്ത് നോമിനേറ്റ് ചെയ്ത് അയാളെ RSO ആക്കി അതിന്റെ അകത്ത് മാറ്റിയതിനു ശേഷം ഇയാളെ എടുത്ത് ഡിസിഗ്നേറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു NC വരും. NC വരുന്നോണ്ട് കുഴപ്പമില്ല. വീണ്ടും ഒരു RSO ആയി കഴിയുമ്പോൾ NC ഓട്ടോമാറ്റിക്കലി പോകും. പക്ഷെ കുറച്ചും കൂടെ NC വരാതെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയർ ആയിട്ട് ഒരാളെ ആഡ് ചെയ്തിട്ട് മറ്റേ ആളെ ക്വസ്റ്റ്യനില് രണ്ടുപേരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് RSO ആക്കി വെക്കുവോ? ഇല്ല, അങ്ങനെ പറ്റൂല. നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആയിരിക്കും. പക്ഷെ റേഡിയേഷൻ സേഫ്റ്റി പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു 10 പേരെയോ 15 പേരെയോ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡെസിഗ്നേറ്റ് RSO ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വ്യക്തിനെ ഉള്ളു. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനത് ഒന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മിനിറ്റ്. സാർ എന്റെ ഒരു സംശയം കൂടി ചോദിക്കാമോ? അല്ല, ചോദിച്ചു. സാർ നമ്മൾ കൺസേൺ ഫോർമാറ്റില് ഇപ്പോ എക്സ്പീരിയൻസ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം പറയുന്നല്ലോ. അപ്പൊ നമ്മള് ഇയർ ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ സർവീസ് കയറിയുമ്പോൾ മുതലുള്ള കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. നമ്മുടെ HOD തരാനില്ലെങ്കിൽ ആണെങ്കിൽ അപ് ടു ഡേറ്റ് വെച്ച് ഒരു കുഴപ്പമില്ല. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ പറഞ്ഞില്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ കൊടുത്താലും ഇത് ചിലപ്പം നമ്മൾ വിചാരിക്കും ഇത് റിജക്ട് ആവുമെന്ന് വിചാരിക്കുന്ന സാധനം ചിലപ്പോൾ അപ്രൂവ് ആയി വരും. അപ്രൂവ് ആവുമെന്ന് വിചാരിക്കുന്ന സാധനം ചിലപ്പോൾ റിജക്ട് ആവും. ഇത് ചിലപ്പോൾ 1-2 തവണ നമ്മൾ ഇരുന്നങ്ങ് ചിലപ്പോൾ ഇതിന്റെ പുറകെ ഇരിക്കേണ്ടി വരും. ഇപ്പോഴത്തെ കേസ് കാരണം ARB ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങളിലും കീനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ പറഞ്ഞ ചോദ്യത്തിന് ഇത് കണ്ടില്ലേ, ഇതിനകത്ത് നോമിനേറ്റ് RSO എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഈ റേഡിയേഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യാൻ നേരം ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന 10 പേരുടെയും പേര് വരും. എത്ര പേരെ വേണമെങ്കിലും നമുക്ക് RP ആയിട്ട് ആഡ് ചെയ്ത് വെക്കാം. അപ്പം പക്ഷെ ഇവിടെ ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേരിൽ ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം സാറ് പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. നമുക്ക് അറ്റ് എ ടൈം ഒരാളെ RSO ആക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അറ്റ് എ ടൈം എത്ര RPനെ വേണമെങ്കിലും ആഡ് ചെയ്ത് വെക്കാം. കാരണം അതിന് ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ. അതായത് ഇപ്പം നമുക്കറിയാം യൂസർ മാനേജ്മെന്റിൽ പോയി ആഡ് എംപ്ലോയി കൊടുത്തു കഴിഞ്ഞാൽ റേഡിയേഷൻ പ്രൊഫഷണൽ ആയിട്ടൊരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ട്. അവിടെ നിങ്ങളുടെ RP രജിസ്ട്രേഷൻ IDയും ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് RPയും അസോസിയേറ്റ് ചെയ്യുകയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എത്ര പേരെ വേണമെങ്കിലും ആഡ് ചെയ്ത് വെക്കാം. ഇതൊരു മുൻകരുതലും കൂടെയാണ്. ചില സ്ഥാപനങ്ങൾ ചെയ്യാറുണ്ട്. അവിടെ 3 വർഷത്തിന്റെ മേലെയുള്ള 2-3 ആളുകൾ ഉണ്ടാവും എക്സ്പീരിയൻസ് ഉള്ള. അവരെന്ത് ചെയ്യും? 3 പേരെ എടുത്ത് RP ആയിട്ട് ആഡ് ചെയ്ത് വെക്കും. ഒരാൾ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് എന്താക്കാം, നോമിനേറ്റ് ചെയ്യാം. ഇത് ചില ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് 100-200 റേഡിയേഷൻ പ്രൊഫഷണലുകളെ ആഡ് ചെയ്യാം. പക്ഷെ അറ്റ് എ ടൈം ഓൺലി 1 RSO ക്യാൻ ബി നോമിനേറ്റഡ്. ഒരു സംശയം കൂടെ ഉണ്ട്. ഈ RSO നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ നമുക്ക് ഇത്ര ഗ്യാപ്പ് വേണമെന്നുണ്ട്. അതായത് ഒരു RSO ഡിസോസിയേറ്റ് ചെയ്ത് ഇപ്പൊ 2 മാസമായുള്ളൂ ഇവിടെ തൊടുപുഴയിൽ RSO ആയിട്ട്. അപ്പൊ അതിന് ഇപ്പൊ പുള്ളിക്കാരെ ഡിസോസിയേറ്റ് ചെയ്ത് പോകുമ്പോൾ വേറൊരാളെ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ആക്കി ചെയ്യാൻ പറ്റുമോ? അത് പ്രോസസ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. ഇതിന് ടൈം ഫ്രെയിം ഒന്നുമില്ല. കാരണം ഇത്ര സമയത്തിനുള്ളിൽ വെക്കണമെന്നോ അങ്ങനെ ഒരു ടൈം ഫ്രെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എന്താണ്, നമുക്കൊരു NC അടിക്കും. ആ NC നമുക്ക് ഹൈലൈറ്റ് ചെയ്യുമെന്നല്ലാതെ നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണമെന്നോ അല്ലെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തന്നെ ഇതിന്റെ റെഗുലേറ്ററി കൺസേണുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക. ഒരാൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അയാൾ ഇത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നാളെ ഒരു ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇതൊരു ഈലോറ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ ഈ തൊടുപുഴയിലെ സിറ്റുവേഷൻ തന്നെ ഞാൻ എടുക്കാം. തൊടുപുഴയിൽ ഇപ്പൊ CTക്ക് ലൈസൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. തൊടുപുഴയിൽ ഇതിപ്പോ അഫ്നാസ് സപ്പോർട്ട് ചെയ്ത ആ കേസാണോ? അതാണോ? അതെ. ഓക്കെ. അപ്പൊ അവർ തൊടുപുഴയിൽ നമുക്ക് ലൈസൻസ് കിട്ടി.
അപ്പോൾ നമുക്ക് ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങളാണ് RP-നെ ആക്കി, RSO ആക്കി, അങ്ങനെ കുറെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് ലൈസൻസ് കിട്ടി. നാളെ ഒരു ഇൻസ്പെക്ഷൻ ഒരാൾ വരാൻ നേരം അയാള് നിങ്ങളുടെ ഈലോറയിൽ കയറി RP ഉണ്ടോന്നോ RSO ഉണ്ടോന്നോ, കാരണം RSOയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെ. RSOയ്ക്ക് നമുക്ക് ARB ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല, ആർക്കും കിട്ടുന്നില്ല. ഉള്ളത് എന്താണ്? ഒരു റാങ്ക് ലിസ്റ്റിന്റെ അകത്ത് അല്ലെ ഒരു PSCയുടെ ലിസ്റ്റ് പോലെ നമ്മുടെ പേരും നമുക്കൊരു ID-യും കിട്ടും. ഇതിന്റെ ഉപരി നമുക്കൊരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ കിട്ടുന്നില്ല. അപ്പോൾ ഒരു നാളെ ഒരു എൻക്വയറിന്റെ ആള് വന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഈലോറ കാണിക്കുക, ഈലോറയ്ക്കകത്ത് RSO ഉണ്ടോ RP ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം എന്റെ ഇതിൽ ആരെയും ഇതുവരെ നേരിട്ടിട്ടില്ല. അവർ ചോദിക്കുന്നത് എന്താണ്? ഇതിന്റെ ലൈസൻസ് ഉണ്ടോ? ഈ ലൈസൻസിന്റെ കോപ്പി കാണിക്കുക. ഇതേ അവരുടെ ഭാഗത്തുനിന്ന് അവർ ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാം ഒരു RSO പോയിട്ടുണ്ട്, അത് ഒരു NC ആയിട്ട് അകത്ത് കിടപ്പുണ്ട്. ഇത് ഇനി നാളെ ഞാൻ ലൈസൻസ് അപ്ലൈ ചെയ്യാൻ നേരത്തായിരിക്കും ഇത് വരാൻ പോകുന്നതെന്ന് നമുക്കറിയാം. അതിനെ ഒഴിവാക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാൾക്കും ഈ ഇലോറെ വന്ന് ലോഗിൻ ചെയ്യാനോ, കാരണം നമുക്ക് RP ആക്കി RSO ആക്കി ലൈസൻസ് കിട്ടി, നമ്മുടെ കാര്യം കഴിഞ്ഞു. കാരണം ഇനി അതിന്റെ പുറകെ 5 കൊല്ലത്തേക്ക് ആരും തിരിഞ്ഞു നോക്കൂല. ഈ 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ നേരമാണ് അയ്യോ എനിക്ക് RP ഇല്ലല്ലോ RSO ഇല്ല എന്ന് എല്ലാവരും പറയുന്നത്. അവിടെ പിന്നെ എല്ലാവരും തിരിഞ്ഞു നോക്കത്തുള്ളൂ. അപ്പോൾ നോളേജ് അബൌട്ട് ഈലോറ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരാളെ ആക്കി വെക്കണമെന്നും നാളെ നമുക്ക് ഇതൊരു ത്രെട്ടായിട്ട് വരുമെന്നും അത് നമ്മൾ മുൻകൂട്ടി അറിയണമെന്നും നമ്മൾ പഠിച്ചിരിക്കണം. അത്രേ ഉള്ളൂ. ഒരു ഇതോടെ ഉണ്ട് സാർ. ഇപ്പൊ നമുക്കിപ്പോ രജിസ്ട്രേഷൻ കിട്ടാത്ത കുറച്ച് മെഷീൻസ് ഉണ്ട്. അപ്പൊ അതിനുള്ള റീസൺ നമുക്ക് ഓഫീസ് ലെറ്റർ ഹെഡിലെ എംപ്ലോയറുടെ സീലും സൈനും സഹിതം അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ CTയുടെ ലൈസൻസ് കിട്ടി, പിന്നെ 2 പോർട്ടബിൾ, ഒരു സിയാം അങ്ങനെയുണ്ട്. പക്ഷെ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ടൈപ്പ് അപ്രൂവൽ ഇല്ലാത്തതാണ്. അപ്പൊ അത് എല്ലാവർക്കാർക്ക് അറിയുന്ന കേസ് കൂടെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി ഒന്നുകൂടെ ഇത് സബ്മിറ്റ് ചെയ്യണോ? അതായത് റീസൺ അവർ ചോദിച്ചിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെറ്റർ ഹെഡിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഭവം റീസൺ ഇതാണ്, ടൈപ്പ് അപ്രൂവൽ ഇല്ലാത്തത് കൊണ്ടാണ് ലൈസൻസ് കിട്ടാത്തത്. അപ്പൊ നമ്മൾ അത് കൃത്യമായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ അത് കൃത്യമായിട്ട് ഇപ്പൊ ഇതുണ്ട്. കാരണം അതാണ് ഒരു ഇതെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിപ്പോ ഇതിന്റെ അകത്ത് പോയി കഴിഞ്ഞാല് ഇപ്പൊ ലൈസൻസ് ഫോർ ഓപ്പറേഷനിൽ പോയി കഴിഞ്ഞ് ഇതൊന്ന് പുതുക്കാനെന്ന് വിചാരിക്കുക. ഇതിപ്പം ഇതിനകത്ത് ഉണ്ടോന്ന് അറിയില്ല, ഏതൊരു ഇതിന്റെയാണ് റിന്യൂവൽ ഓഫ് ലൈസൻസ് ഓഫ് ഓപ്പറേഷൻ. അപ്പൊ നിങ്ങൾ ഈ സൈറ്റിൽ പോകുമ്പോൾ തന്നെ ഇപ്പം ഒൺലി ടൈപ്പ് അപ്രൂവ്ഡ് എക്യുപ്മെന്റ് വിൽ ബി ലിസ്റ്റഡ് ഇൻ LOB എന്ന് കാണിക്കും. അപ്പൊ ഇതൊക്കെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്റേ മെഷീൻ ലൈസൻസ് ഉണ്ട്, അപ്പൊ മറിച്ച് മറ്റേ സ്ഥാപനം ഇതിന്റെ ടൈപ്പ് അപ്രൂവൽ പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടുത്ത തവണ റിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇത് പല സ്ഥാപനങ്ങളെ ബാധിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം കൂടെയാണ്. കാരണം പലപ്പോഴും നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ GMEയുടെ ഉപകരണം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും. ഇപ്പൊ ഈ GMEയുടെ ഉപകരണം ഉപയോഗിക്കുന്ന പല സ്ഥാപനങ്ങളിലും ലൈസൻസ് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. ഇനി രജിസ്ട്രേഷൻ കിട്ടിയിട്ട് അവർ പുതുക്കാൻ പോയപ്പോൾ ഈ ഒരു മെസ്സേജ് കാണിച്ച സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് ഇനി മുന്നോട്ട് എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ARB ഇങ്ങനെ കുറെ റെഗുലേഷൻസ് കൊണ്ടുവരാൻ നേരം നമ്മൾ പുതുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നിങ്ങൾ ചിലപ്പോൾ മുന്നിലോട്ട് ഇത് നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. കാരണം നമ്മുടെ മിഷനിന്റെ ടൈപ്പ് അപ്രൂവൽ കമ്പനിക്കാർ ചിലപ്പോൾ പുതുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ ഈ പറയുന്ന ചില ഓഡിറ്റുകൾ വരാൻ നേരം അത് NC ആയിട്ട് മാറും, നമ്മൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ തൊടുപുഴയിലെ കേസിൽ നിലവിൽ അവരൊരു റിപ്പോർട്ട് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ എന്താണ് അതിന് ടൈപ്പ് അപ്രൂവൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി കൊടുക്കുന്നതായിരിക്കും ഉചിതം. അല്ല, എലോറയാണ് ചോദിച്ചിരിക്കുന്നത്, ARBയുടെ സൈറ്റിലാണ് അത് വന്നേക്കുന്നത്. അതായത് ഇത്രയും നാൾ നിങ്ങൾ എന്തുകൊണ്ട് രജിസ്ട്രേഷൻ വൈകി, അതിന്റെ റീസൺ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നാണോ ചെയ്യേണ്ടത്? അത് നമ്മൾ അത് ഓഫീസുകാർക്ക് ചിലപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ അറിയില്ലായിരിക്കും, നമ്മൾ തന്നെ കൊടുക്കണം. അപ്പൊ അതിന്റെ അകത്ത് ലെറ്റർ ഹെഡിൽ നമ്മൾ വ്യക്തമായിട്ട് എഴുതി കൊടുക്കേണ്ടി വരും. കാരണം 2014 വന്നതാണ് ഈ നിയമം. ഈലോറ 2013 14 വന്നതാണ്. നമ്മൾ ഇത്രയും വർഷമായിട്ട് അത് ചെയ്യാത്തത് അത് നമ്മുടെ ഫോൾട്ടായിട്ട് അവരെ പറയുള്ളൂ. കാരണം ഈ മെഷീൻസിനൊക്കെ 2-3 കൊല്ലത്തിന്റെ അകത്താണ് ഇതിന്റെയൊക്കെ ടൈപ്പ് അപ്രൂവൽ പോയത്. അതിന് മുന്നേയും ഈ മെഷീൻസിനൊക്കെ ഇതുണ്ട്. അപ്പം അത് നമ്മുടെ ഒരു വീഴ്ചയായിട്ട് വരും. അപ്പൊ സൂപ്രണ്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറോ അത് കത്ത് എഴുതി അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഞങ്ങളുടെ നമുക്ക് ഇതിനെ പറ്റിയുള്ള അവയർനെസ് വളരെ കുറവായിരുന്നു. എന്നാൽ സാറേ അതിനൊരു ലൂപ്പ് ഹോൾ ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇല്ല, ലൂപ്പ് ഹോള് ഇല്ല. നമ്മൾ മറുപടി കൊടുക്കുക തന്നെ വേണം. നമ്മൾ അത് അഡ്മിറ്റ് ചെയ്യുക തന്നെ വേണം. നമുക്ക് അതിന്റെ ഒരു അവയർനെസ് ഇല്ലായിരുന്നു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി ഇതിന്റെ ഒരു പ്രോജക്റ്റ് 2022 പല സ്ഥാപനങ്ങളിലും രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി സൈറിക്സ് എന്ന കമ്പനിക്ക് ഈ പ്രോജക്റ്റ് കൊടുക്കുന്നത്. അന്നേരമാണ് പല ആളുകൾക്കും ഇതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ കൃത്യമായിട്ടും മറുപടി കൊടുക്കുക. ഇത് ആ സമയങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി അവയർനെസ് ഇല്ലാന്ന് തന്നെ നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും.
അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ എക്യുപ്മെന്റ് ഒന്നെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെ കണ്ടം ചെയ്യേണ്ട സാഹചര്യത്തിലൂടെ നമ്മൾ പോകേണ്ടി വരും. ഓക്കെ സാർ, താങ്ക് യു. ട്രാൻസ്പെറന്റ് ആയിട്ട് മറുപടി കൊടുക്കുക എന്നുള്ളൂ. ഇതിനകത്ത് നമുക്ക് ലൂപ്പ് ഹോൾ ഒന്നും ഇല്ല. നമുക്ക് ഇതിനകത്ത് കള്ളത്തരം പറയാൻ പറ്റൂല. കാരണം 13 വന്നൊരു സിസ്റ്റമാണ് ഇത്. റിപ്പീറ്റഡ്ലി നിങ്ങളുടെ പണ്ടത്തെ ഗവൺമെന്റിന്റെ മെയിൽ ഐഡികളിൽ ഇവര് റിപ്പീറ്റ്ലി കുറെ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പല ഗവൺമെന്റിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജിമെയിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ജിമെയിലിൽ ഈലോറയിൽ നിന്ന് പല മെസ്സേജും വരും. നിങ്ങൾ ഉപകരണം ഉപയോഗിക്കരുത്, ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കരുത്, രജിസ്ട്രേഷൻ ഇല്ലാതെ ഉപയോഗിക്കരുത്. അപ്പൊ ഒരു 10,000 മെയിലുകൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും അന്ന് നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് പറയുക, നമ്മുടെ വീഴ്ചയാണ്, അതിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അവരോട് താഴ്മയായിട്ട് അപേക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കണേ. നമ്മളെ ഹലോ നമ്മളെ ഈ TSE അപ്രൂവ്ഡ് മെഷീൻസ് മാത്രമേ ഇവിടെ കാണിക്കും, ലിസ്റ്റഡ് ചെയ്യുന്നല്ലോ റിന്യൂവലിന്റെ ആ സ്ഥലത്ത്. അപ്പോ ആ എക്യുപ്മെന്റ് ആ ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നാ ചെയ്യാ? ഇപ്പൊ നമ്മളെ ലൈസൻസ് കഴിഞ്ഞു, ഡേറ്റ് കഴിഞ്ഞു, അതിന്റെ ആ എക്യുപ്മെന്റ് ആ ലിസ്റ്റിൽ വരുന്നില്ല. അതിന്റെ ടൈപ്പ് അപ്രൂവല് 2026 മാർച്ച് വരെ ആ മെഷീനുണ്ട്. അപ്പൊ ഞാൻ ARBക്ക് ഇല്ലോറയിൽ വഴി ഒരു മെയിൽ അയച്ചപ്പോ അവര് ടൈപ്പ് അപ്രൂവൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മെയിൽ അയച്ചു. അത് തോഷിബന്റെ ആസ്റ്റിയോൺ സൂപ്പർ 4 എന്ന് പറഞ്ഞ CT മെഷീനാണ്. ജില്ലാ ആശുപത്രി കണ്ണൂർ, DH കണ്ണൂർ. പക്ഷെ ആ എക്യുപ്മെന്റ് ലിസ്റ്റ് വരുന്നില്ല. അതെന്താ ചെയ്യാ? റിന്യൂവൽ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ അത് 6-ാം മാസം 25-ാം തീയതി വരെ ഉണ്ടായിരുന്നു. ജൂലൈ 26. അതെ അല്ല, ജൂൺ 26. ജൂൺ 26 വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഏത് ഓപ്ഷൻ വഴിയാ റിന്യൂ ചെയ്യാൻ? ഏത് ഓപ്ഷൻ വഴിയാ പോയത്? ഇവിടെയാണോ? ഏത് ഓപ്ഷൻ ഇവിടെയാണോ ക്ലിക്ക് ചെയ്തത്? അതില് കോമൺ ഫോംസ് പോയത് എങ്ങനെയാണെന്ന് പറയാമോ? ഈ ലൈസൻസ് കോമൺ ഫോംസിൽ ലൈസൻസ് അങ്ങനെ എന്തോ ഒരു ഇതില്ലേ, ഇവിടെയാണ് പോയത്. ലൈസൻസ് ഓഫ് റെഗുലേറ്ററി ഫോംസ്, കോമൺ ഫോംസ്. കോമൺ ഫോംസ് ലൈസൻസ് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റൂല. റെഗുലേറ്ററി ഫോംസ്, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിക്കകത്ത് ലൈസൻസ് ഫോർ ഓപ്പറേഷൻ, ഇങ്ങനെ വേണമെങ്കിൽ പോകാം. അതെ അങ്ങനെ പോയി. എന്നിട്ട് റിന്യൂവലിനുള്ള ഓപ്ഷൻ ഇല്ലേ? ഇങ്ങനെ പോയി കഴിയുമ്പോൾ എക്യുപ്മെന്റ് ഡീറ്റെയിൽസ് എടുക്കുക, ലൈസൻസ് ഫോർ. ഇവിടെ ഏതാണ് ക്ലിക്ക് ചെയ്തത്? അത് റിന്യൂവലിന് കൊടുത്തു, റിന്യൂവലിന്റെ. അപ്പോൾ എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ എക്യുപ്മെന്റ് വന്നില്ല, അതാണോ? ഇല്ല, ആ എക്യുപ്മെന്റ് വരുന്നില്ല. അതിന് മുന്നേ വേറൊരു എക്യുപ്മെന്റ് അവിടെ കിടക്കുന്നുണ്ട് ഹാങ് ആയിട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാമോ? ഈ ഒരു ഓപ്ഷൻ കൂടെ നോക്കാമോ? അതായത് ഇവിടെ താഴെ ഇവിടെ ഒരു ലൈസൻസ് ഫോർ ഓപ്പറേഷൻ ഉണ്ട്, ഇവിടെ ഈ ലെഫ്റ്റ് സൈഡില്. ഒരു സെക്കൻഡ് ഒന്ന് ഞാനൊന്ന് നോട്ട് ചെയ്യട്ടെ. ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡ് അത് ഏതിലാ പോണ്ടേ? അത് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ ഒരു ലൈസൻസ് ഫോർ ഓപ്പറേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. അവിടെ ജനറൽ എക്യുപ്മെന്റ്സിന്റെ അകത്ത് റിന്യൂവൽ ഫോർ ഓപ്പറേഷൻ എടുത്ത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വരുന്നുണ്ടോ നോക്കും. ശരി, ഓക്കെ. ഇല്ലെങ്കിൽ മറ്റേ ഇതിന്റെ അവസാനം ഞാൻ ഇതിന്റെ റെഗുലേറ്ററിയുടെ നമ്പർ തരാം. അപ്പൊ ജസ്റ്റ് എന്താണെന്നുള്ള അവൻ സപ്പോർട്ട് ചെയ്യാം, മറ്റേ നമ്മുടെ സ്റ്റാഫ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. നമുക്ക് NQS അസസ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, RSO രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ RSO എക്സാം പാസ്സായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ മെയിലിൽ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ RSO എന്നുള്ളത്. ഇലോറ സൈറ്റ് വഴി നമ്മൾ ഇലോറയിൽ RSOയുടെ എക്സാമിനേഷൻ പാസ്സായി കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ പേഴ്സണൽ മെയിലിൽ RSO സർട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഒരു PDF ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ടോ? അതെ, സർട്ടിഫിക്കറ്റ് ഫോർമാറ്റിൽ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് നമ്മൾ RSOയുടെ ഡെസിഗ്നേറ്റ് ചെയ്തുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് വരുന്നത് തന്നെ. അപ്പൊ അതാണ് നമ്മൾ NQS SSS ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് 2 മാർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി പറഞ്ഞില്ലേ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്, അതാണ് ഞാൻ അത് മെൻഷൻ ചെയ്തത്. നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. അതൊന്ന് ഷെയർ ചെയ്യാനോ എന്തെങ്കിലും സാധിക്കുമായിരിക്കും. കാരണം എന്റെ അറിവിൽ അങ്ങനെ, കാരണം
നമ്മളിത് ചെയ്തു കൊടുക്കുന്നതല്ലാതെ നമുക്ക് നമ്മുടെ മെയിലിലോട്ട് ഇത് വരുന്നില്ലല്ലോ. നമ്മൾ ആരുടെ പേരിലാണോ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ മെയിലിലേക്ക് വരുമ്പോൾ എന്റെ ഇതിൽ ഞാൻ നമ്മളുടെ സ്വന്തം മെയിൽ അഡ്രസ് അല്ലേ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം എനിക്ക് പേഴ്സണൽ മെയിൽ വന്നു RSO സർട്ടിഫിക്കേഷൻ്റെ. അപ്പൊ അത് നമ്മള് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അറിവില് ഒരു ഐഡിയും പാസ്വേഡും കിട്ടുന്ന അറിയാം, അവർക്ക് ഒരു രജിസ്ട്രേഷൻ ഐഡിയും കിട്ടുന്ന അറിയാം. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു എന്റെ അറിവിലില്ല. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ അപ്ഡേറ്റ് ആയിരിക്കും. കാരണം അവര് എക്സാം പാസ്സാക്കുന്നവർക്ക് ഇപ്പം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിരിക്കാം. കാരണം ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം നമ്മുടെ ഇല്ല. കാരണം ഞാനും ഇത് റീസെന്റ് എന്താണ് അപ്ഡേറ്റ് നടന്നിരിക്കുന്നത് ഞാനും നോക്കിയിട്ടില്ല. ചിലപ്പോ ഇപ്പൊ ഈ മേഡം പറഞ്ഞ പോലെ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നുണ്ടാവും. സാറ് ഈ ഐഫോണില് ഒരാള് കുറെ നേരമായിട്ട് കൈ ഉയർത്തുന്നുണ്ട്. ഐഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ആ പേരൊന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്ലീസ്. സർട്ടിഫിക്കറ്റ് ഒന്ന് സലീം സാറിന് അയക്കുവാണെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ നമ്പർ എന്റെ പക്കലുണ്ട്, ഞാൻ ഇട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. പല ഡൗട്ട്സ് ചോദിക്കാൻ ഞാൻ ഇട്ട് ഒന്ന് അയച്ചെന്നാ. ഞാനത് ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ഷെയർ ചെയ്യാമായിരുന്നു ഈ സർട്ടിഫിക്കറ്റ്. അത് എന്റെ ടാബിനകത്താണ് ഡൗൺലോഡ് ചെയ്ത്. കൊല്ലം ജില്ലാ ഹോസ്പിറ്റൽ, കൊല്ലം. എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ, ടോംസ് ജനറൽ ഹോസ്പിറ്റൽ ആലപ്പുഴ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത് പാസ്സാവുന്നവർക്ക് കൊടുക്കുന്നുണ്ടോ? ഞാനത് കണ്ടിട്ടില്ല, ഞാൻ നോക്കാം. നമ്മളുടെ ഈ മേക്കപ്പിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ലൈസൻസ് ആ ഒരു ലുക്ക് തന്നെയാണ് അതിന്. അതെല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഉണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എംപ്ലോയർ ചേഞ്ച് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ഒന്ന് പറഞ്ഞുതരാമോ? അതിന്റെ ഡോക്യുമെന്റ്സും അതിന്റെ പ്രൊസീജിയർ. എംപ്ലോയർ ചേഞ്ച് ചെയ്യാനുള്ള ഫോർമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതില് ആദ്യം തന്നെ റെഗുലേറ്ററി ഫോംസിൽ, കോമൺ ഫോംസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ ചേഞ്ച് ഇനിഷ്യേഷൻ എന്ന് പറയുന്നൊരു സ്ക്രീൻ കാണാം. അല്ല, ഇതിനിടക്ക് ഒരാള് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അജിത്ത് അനന്തകൃഷ്ണൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പ്ലീസ്. അജിത്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് നിർത്തുക കേട്ടോ. ഞാൻ നോക്കട്ടെ സാറേ, ഞാൻ എങ്ങനെ ഷെയർ ചെയ്താ അത് പറ്റും. കിട്ടി. ഓക്കെ. സാറ് ഷെയർ ചെയ്തോട്ടാ, ഒരു മിനിറ്റ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സാർ, ഷെയർ ചെയ്തോ. സാർ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ല, ആരെങ്കിലും ഷെയർ ചെയ്യുവാണോ? എനിക്ക് അയച്ചു എന്നാണോ പറഞ്ഞേ? ഇല്ല, അതാ പുള്ളി അത് ഷെയർ ചെയ്ത് പോയി. അപ്പൊ സാറിന് ഷെയർ ചെയ്തോ? ഓക്കെ. എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ അതിന്റെ പറഞ്ഞ സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇപ്പൊ ഈ 2014 മുതൽ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് അറിവില്ല. അപ്പൊ അത് ഒന്ന് ഷെയർ ചെയ്തൊന്ന് ഇട്ടാൽ മതി, ഞാനും കൂടെ നോക്കാം. കാരണം അത് എനിക്കും അറിവില്ലാത്തൊരു കാര്യമാണ്. അത് ഞാനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് അത് വരുന്നത്. കാരണം നമ്മളൊക്കെ ഈ പേഴ്സണൽ ഐഡിയിലോട്ട് അങ്ങനെ കിട്ടാത്തത് കൊണ്ട് എനിക്കും അറിയില്ല. അത് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ നല്ല, കാരണം നമുക്ക് എൻക്വയറിസിനൊക്കെ വളരെയധികം അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അടുത്ത നമ്മൾ ഇതിനകത്ത് ചോദ്യം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എംപ്ലോയർ ചേഞ്ച് ഇനിഷ്യേഷൻ ആണ്. അതിൽ റെഗുലേറ്ററി ഫോംസിൽ, ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ പോയി, അല്ലെങ്കിൽ കോമൺ ഫോംസിൽ പോയി കഴിഞ്ഞാൽ എംപ്ലോയർ ചേഞ്ച് ഇനിഷ്യേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന എംപ്ലോയറിന്റെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്യണം. അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐഡി, മൊബൈൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കണം.
സബ്മിറ്റ് കൊടുക്കാൻ നേരം നമുക്കൊരു 16 അക്ക റിക്വസ്റ്റ് ID നമുക്ക് ജനറേറ്റ് ആവും. അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് ഇൻകമിംഗ് എംപ്ലോയർ IMA എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ നമ്മുടെ ഹോം പേജിലോട്ട് വീണ്ടും പോകുന്നു. ഹോം പേജിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഈ ഹോം പേജിലോട്ട് പോകാൻ നേരം നിങ്ങൾക്ക് ഒരു രജിസ്റ്റർ ഇൻകമിംഗ് എംപ്ലോയർ ആഫ്റ്റർ ഇനിഷ്യേഷൻ ഓഫ് എംപ്ലോയർ ചേഞ്ച് പ്രോസസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ RPയുടെ തൊട്ട് താഴെ. ഇത് ചോദിച്ച ആള് ഇത് കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. രജിസ്റ്റർ ഇൻകമിംഗ് എംപ്ലോയർ ആഫ്റ്റർ ഇനിഷ്യേഷൻ ഓഫ് എംപ്ലോയർ ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നിങ്ങൾക്ക് മുന്നേ കിട്ടിയ റിക്വസ്റ്റ് ID ഇവിടെ എൻ്റർ ചെയ്യുക. നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്ത ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, മറ്റേ ഇൻകമിംഗിൽ ഇത് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കാൻ നേരം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു സ്ക്രീനിലോട്ട് പോകും. അവിടെ വീണ്ടും നമ്മുടെ പുതിയ ആയിട്ടുള്ള എംപ്ലോയറിന്റെ പ്രൂഫ് ഓഫ് എംപ്ലോയർഷിപ്പ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാൻ നേരം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇലോറ ഫ്രീസ് ആവും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു എംപ്ലോയർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമുക്ക് തൊട്ടടുത്ത് ഒരു ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ പുതുക്കാനില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും NCകൾ ക്ലോസ് ചെയ്യാനില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം നമ്മളൊരു എംപ്ലോയർ ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇലോറ ചിലപ്പോ 2 ആഴ്ച ഫ്രീസ് ആയ സിറ്റുവേഷൻ ഉണ്ട്, 1 മാസം ഫ്രീസ് ആയ സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഒരു പുതിയ യൂസർ നെയിം പാസ്വേഡും നമുക്ക് ജനറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഇലോറയിൽ എന്തെങ്കിലും തരത്തിലുള്ള റിന്യൂവൽസ് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് മാത്രം ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ലോഗിൻ ചെയ്ത പേജിൽ നിന്ന് നമ്മൾ എംപ്ലോയറിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് റിക്വസ്റ്റ് ID ജനറേറ്റ് ചെയ്യണം. ആ റിക്വസ്റ്റ് ID ഇവിടെ കൊണ്ട് എൻട്രി ചെയ്ത് സബ്മിറ്റ് കൊടുക്കാൻ നേരം അതിന്റെ ഉള്ളിൽ പോയി വീണ്ടും നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും എൻട്രി ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതാണ് ഒരു എംപ്ലോയർ ഇനിഷ്യേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേഞ്ചിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സമയത്ത് എംപ്ലോയറിന് എക്സാം ഉണ്ടാവോ? അതാണ് ഇതുണ്ടല്ലേ ഈ ലേണിംഗ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും. ഈ ലേണിംഗ് പോർട്ടലിന്റെ അകത്ത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡയഗ്നോസ്റ്റിക് റേഡിയോളജിയിൽ ഇപ്പൊ 3 എക്സാമ്പിളും ഉണ്ട്. എംപ്ലോയർ അവയർനെസ് ഉണ്ട്, എക്സ്റേ ടെക്നോളജീസിനുണ്ട്, RSO ഉണ്ട്. ഇപ്പൊ എംപ്ലോയർ അവയർനെസ് പ്രോഗ്രാം ഇപ്പം പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി എംപ്ലോയർ ചെയ്യണം എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കാരണം ഇത് എവിടെയാണ്, ഇതിപ്പോ നമുക്ക് ഈ എംപ്ലോയർ അവയർനെസ് പ്രോഗ്രാം എപ്പം അറ്റൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു എക്സ്റേയുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ പോകുമായിരിക്കും. എക്സ്റേയുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ പോകുമ്പോൾ അവിടുത്തെ RSO ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടത് എംപ്ലോയർ ആയതുകൊണ്ട് അവിടെ വേണമെങ്കിൽ ഒരു ചോദ്യം വരാം, എംപ്ലോയർ അവയർനെസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അപ്പം ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് പ്രകാരം എംപ്ലോയറും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഇതിലൂടെ കയറി. എംപ്ലോയർക്കുള്ള അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനിമം കാര്യങ്ങളേ ഉള്ളൂ. ഈ സേഫ്റ്റി ആക്ടുകളും എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടെന്നും അങ്ങനെ കുറച്ച് മിനിമം കാര്യങ്ങളേ ഉള്ളൂ. അത് അവർ നോക്കിയിട്ട് അത് പാസ്സാവേണ്ടതായിട്ട് വരും. കാരണം ഇത് എവിടെയാണ് ഇപ്പൊ അവര് കൊണ്ട് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മുന്നോട്ടേക്ക് പല കാര്യങ്ങൾ പോകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാം ഇപ്പൊ കണക്റ്റഡ് ആണ്. ഓക്കെ. നീലു ഒരു സംശയം ചോദിച്ചായിരുന്നു. നീലു പ്ലീസ്. ഹലോ സാർ, ഞാൻ ഇപ്പം റീസെന്റ് ആണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയത്. അപ്പൊ അതിനുശേഷം എന്റെ ആദ്യത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് RP രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി RSO ആവുന്നതിന് വേണ്ടിയിട്ട് കറന്റ് ഞാൻ GH പത്തനംതിട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം RSO ആവുന്നതിനുള്ള എന്തൊക്കെ ഫോർമാറ്റ് ആണ് ഇതിന്റെ കൂടെ? നമുക്ക് TLD ബാഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ TLD ബാഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ RSO ആവുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. RSO പോസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത്. TLD ബാഡ്ജിന്റെ കാര്യം പറയണ്ട, അത് എല്ലാവർക്കും മസ്റ്റ് ആണ്. ബാക്കി കാര്യങ്ങൾ പറയും. അല്ല, TLD ബാഡ്ജ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ TLD ബാഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ RSOക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നതാണ് എന്റെ ഡൗട്ട്. അല്ല, ഇതിന്റെ അകത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിന്റെ അകത്ത് വേറെ ചോദ്യമില്ല. അതായത് നമുക്കിപ്പം ഏതൊരു കാര്യം ആഡ് ചെയ്യാനാണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് നമ്മളിപ്പോ ഈ ഒരു ഇപ്പം PMS നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കും. അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. ഒരു RP നിങ്ങളായി, ആ RP ആയി കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മളെ സ്ഥാപനത്തിന്റെ ഇലോറയ്ക്കകത്ത് ആ റേഡിയേഷൻ പ്രൊഫഷൻ എന്നുള്ള രീതിയിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യിക്കണം. അപ്പൊ അവിടെ PMS നമ്പർ ചോദിക്കുന്നുണ്ട്. ആ PMS നമ്പറിന്റെ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ ചിലപ്പം ക്വസ്റ്റ്യൻ സ്റ്റാർ ഇട്ടിട്ടുണ്ടാവത്തില്ല. നിങ്ങൾ അവിടെ PM ഈ ആപ്ലിക്കേഷൻ കയറി പോവുകയാണെങ്കിൽ RSO നോമിനേറ്റ് ചെയ്യാൻ നേരം അവിടെ അത് റിജക്ട് ആവുന്നതിന്റെ ഒരു കാരണം ചിലപ്പം പേഴ്സണൽ മോണിറ്ററിംഗ് നമ്പർ ഇല്ല എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് എന്ത് തന്നെ ഇലോറ അല്ലെങ്കിൽ റേഡിയോളജി കണക്റ്റഡ് ആയിട്ട് എന്ത് തന്നെ ഉണ്ടെങ്കിലും TLD ബാഡ്ജ് നമ്പർ മാൻഡേറ്ററി ആണ്.
സർ അതിന്റെ കൂടെ തന്നെ ഈ RP രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നപ്പോ അതിന്റെ കൂടെ ഒരു അസോസിയേറ്റ് കീ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിന്റെ കാര്യം അത് ശരിക്കും പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള കീ ഉണ്ട്. അതായത് ട്രാൻസാക്ഷൻ കീയും അസോസിയേറ്റ് കീ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. അതൊന്നുമല്ല, ഈ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറെ OTP വെരിഫിക്കേഷൻസ് ആണ്. നമ്മുടെ ഒരു സംഭവം, അതായത് നമ്മുടെ ഒരു ലോഗിൻ വേറെ ഒരാൾ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പൊ ഒരു RP രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. ആ RP രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാല് നമ്മള് RP രജിസ്ട്രേഷൻ ഒരു കാര്യമാണ്, ആശുപത്രിയുടെ ലോഗിനും ഒരു കാര്യമാണ്. രണ്ട് ലോഗിൻസ് ആണല്ലോ, അല്ലെ? ഇപ്പൊ RP ചെയ്തപ്പോ ഒരു ലോഗിൻ കിട്ടിയിട്ടുണ്ടാവും. ആ ലോഗിനിൽ കഴിഞ്ഞ് നിങ്ങളുടെ മാത്രമാണ്, നിങ്ങളുടെ ഒരു പേഴ്സണൽ ലോഗിനാണ് അത്. അപ്പൊ നമ്മളോട് പറയുന്നു RSO നോമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് പറയുന്നു? RPനെ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ പറയുന്നു നിങ്ങൾ അസോസിയേറ്റ് കീ അടിക്കാൻ പറയും. അസോസിയേറ്റ് കീ എന്താണ്? നമ്മളോട് പറയുമ്പോൾ നമ്മളൊരു പേഴ്സൺ ആയിട്ട് നിൽക്കാൻ നേരം നമ്മുടെ ലോഗിനിൽ പോയി നമ്മൾ അവിടെ അസോസിയേറ്റ് കീ ജനറേറ്റ് ചെയ്യണം. അത് നമ്മൾ കൊടുക്കുന്ന ഒരു കീ ആയിട്ട് മാറുകയാണ്. അതുണ്ടെങ്കിലേ ഈ സ്ഥാപനത്തിലെ ആൾക്ക് നമ്മളെ അസോസിയേറ്റ് മീൻസ് ഒരു RSO ആയിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് അസോസിയേറ്റ് കീ ഒരു RP ആയിട്ട് ഇരിക്കുന്ന ഒരാൾ കൊടുക്കേണ്ട ഒരു നമ്പറാണ്. അത് അയാളുടെ RP രജിസ്ട്രേഷന്റെ ലോഗിനിൽ പോയി അയാൾ ജനറേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ പലപ്പോഴും പല സ്ഥാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്, നമുക്ക് ഒരു RSOനെ നോമിനേറ്റ് ചെയ്യാനാണെങ്കിൽ ആ ലിസ്റ്റിന്റെ അകത്ത് നിന്ന് 6 പേര് വേണമെങ്കിലും നമുക്ക് എടുക്കാം, എന്നിട്ട് സബ്മിറ്റും കൊടുക്കാം. അന്നേരം അതൊരു ലൂപ്പുകളായിട്ട് കണ്ടതുകൊണ്ടാണ് ARB ഈ അസോസിയേറ്റ് കീ കൊണ്ടുവന്നത്. ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ഒരു പേഴ്സണൽ ഒരാളുടെ ലോഗിനിൽ നിന്ന് ആശുപത്രിയുടെ ലോഗിലോട്ട് അയാളെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷന്റെ പേരാണ് അസോസിയേറ്റ് കീ. ആ കീ ഇയാൾ കൊടുത്താലേ ഇയാൾക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ശരി സാർ, താങ്ക് യു. അത് നിങ്ങൾ ഇതിന്റെ അകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഒരു എന്താണ് നമ്മള് ഒരു RPയിൽ ലോഗിൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അത് ഇപ്പം ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും, ജസ്റ്റ് ഒന്ന് കാണിച്ചതാ. ഒരു മിനിറ്റ്. ജനറേറ്റ് അസോസിയേറ്റ് കീ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അസോസിയേറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മളൊരു പെർമിഷൻ കൊടുക്കുവാണ്, എന്റെ ഇലോറയുടെ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടേക്ക് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തരുന്നൊരു കീ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇറ്റ്സ് എ കണക്ഷൻ, അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ഇത് കുറെ പേര് ദുരുപയോഗം ചെയ്തിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സമ്മതമില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് RP ചെയ്യാൻ നേരം സ്വന്തം ഫോൺ നമ്പറും സ്വന്തം ഇമെയിൽ ID കൊടുക്കണമെന്നുള്ളത്. ചില ആളുകൾ ആശുപത്രിയുടെ വെക്കും. വളരെ നല്ലൊരു ഡൗട്ടായിരുന്നു. മറ്റുള്ളവർ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മുടെ മെഷീന്റെ QA കഴിഞ്ഞ് പുതിയ QA കിട്ടുമ്പോൾ നമ്മൾ അത് മാനുവലി ഇലോറയിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ QA ചെയ്യുന്ന ഏജൻസി അത് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ സ്ഥലങ്ങളിലും മാൻഡേറ്ററി ആയിട്ട് QA ചെയ്ത് കഴിയുമ്പോൾ അത് അവർ ചെയ്യേണ്ടതാണ്. അതായത് QA ചെയ്യുന്ന ഏജൻസി. നമുക്ക് മാനുവലി നേരിട്ട് ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാനുവലി ചെയ്യാം. അത് എപ്പോഴും QA ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ആസ് പെർ റെഗുലേറ്ററി റൂൾസ് ഇത് ഒരു QA ചെയ്യുന്ന ഏജൻസി മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഒരു QA ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 months നിങ്ങൾക്ക് നിങ്ങളുടെ ആ QA ചെയ്ത ഏജൻസിയോട് ചോദിക്കാൻ ഞങ്ങളുടെ QA റിപ്പോർട്ട് ഇലോറയിലോട്ട് ലോഡ് ചെയ്തിട്ടുണ്ടോ. അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റൂലേ? നിങ്ങളുടെ ഇതിൽ വരും, നിങ്ങളുടെ ഹോം പേജിൽ വരും, QA റിപ്പോർട്ട് അഗൈൻസ്റ്റ് ഹാസ് ബീൻ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വരും. അങ്ങനെ വരും. അല്ല സാറേ, അത് ഇപ്പൊ സൈറിക്സിന്റെ തന്നെ ഉത്തരവാദിത്വം അല്ലേ? അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. സൈറിക്സ് എന്നല്ല, ആരാണോ ചെയ്യുന്നത് അവർ ഉത്തരവാദിത്തമായിട്ട് വരും. അത് ഏത് സർവീസ് ഏജൻസിയാണോ അത് ഓതറൈസ്ഡ്, അവർ തന്നെ അത് ലോഡ് ചെയ്യേണ്ടതാണ്. എനിക്കൊരു ഡൗട്ട്. ഹലോ മാഷേ. ടോമസേ പറഞ്ഞോ. അതെ, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ GH ആലപ്പുഴയില് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടം ചെയ്ത മെഷീൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ കടക്കുവാണ് നമ്മുടെ ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സിൽ. അപ്പൊ ഞാനത് റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ അഫ്നാസ്, നമ്മുടെ സൈറിക്സിൽ അഫ്നാസ് ആണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അഫ്നാസിനെ കുറെ പ്രാവശ്യം കോൺടാക്ട് ചെയ്തു, 2 എണ്ണം. അതുകൊണ്ട് എനിക്ക് ഈ റിപ്പോർട്ടൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ ഉണ്ട്. 2 എക്യുപ്മെന്റ് നമ്മൾ ഉപയോഗിക്കാത്തത് അതിൽ കടക്കുവാണ് ഇപ്പോഴും. ലൈസൻസ് എന്തോ പെൻഡിങ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണേൽ സ്ക്രീൻ ഇട്ട് തരാം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈറിക്സ് ആണ് ചെയ്തിരുന്നത്. അഫ്നാസിനെ അറിയോ?
അപ്പൊ അഫ്നാസ് ആണ് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കുറെ നാളായി, ഒരു 6 മാസമെങ്കിലും ആയിട്ടുണ്ട്, ഇപ്പോഴും സംഭവം നടന്നിട്ടില്ല. അതിന് നമുക്ക് എന്താണ് അതിനൊരു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അത് നിങ്ങൾക്ക് പറ്റുമല്ലോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഇപ്പൊ ഈ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി അഡോക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ അഡോക് ആപ്ലിക്കേഷനിൽ ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ആപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് ഇൻകറക്റ്റ് ഡിക്ലറേഷൻ ഓഫ് എക്സ്റേ എക്യുപ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷന്റെ അകത്ത് നിങ്ങളുടെ സൂപ്രണ്ടിന്റെ കത്തോട് കൂടി ഒരു ലെറ്റർ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇന്ന ഐഡിയിലുള്ള ഇന്ന എക്യുപ്മെന്റ് ഇതൊരു ഇതായിട്ട് നിൽക്കുന്നതാണ്. കാരണം ഇവിടെ കണ്ടില്ല, ടു ഡൗൺലോഡ് ദ ഫോം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഫോർമാറ്റ് ടു ബി സബ്മിറ്റ് ചെയ്യേണ്ടത് ഉണ്ടാവും, ഒരു ഫോം ഉണ്ടാവും. ഫ്രാൻസ് സാറേ, നമുക്കൊരു 9:30 ആകുമ്പോ നിർത്താം. 10 മിനിറ്റ് കൂടി ഉണ്ട്. അതെ, അഡ്വോക്കിലാണ് പോകേണ്ടത്. അഡ്വോക്കില് അതെ അഡ്വോക്കിലാണ് പോകേണ്ടത്. ഇതിലൊരു ഡ്യൂപ്ലിക്കേഷന്റെ ഒരു ഫോം ഉണ്ട്, അത് നോക്കണേ. ഇതിനകത്ത് ഞങ്ങളുടെ സ്ക്രീനിൽ നോക്കാൻ പറ്റുമോ? അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ക്രീനിലോ ആർഎസ്ഒയുടെ സ്ക്രീനിലോ ഏതെങ്കിലും പറ്റുമോ? ഇത് കോമൺ ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ ഫോമാണ്. അതുകൊണ്ട് ഇവിടെയുണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫോർ റിമൂവൽ ഓഫ്, ഇവിടെ ഒരു ഇതുണ്ട്. അതില് എടുത്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് 16-ാമത്തെ ഇത് കംപ്ലീറ്റ് എടുത്ത് ഫില്ല് ചെയ്തിട്ട് ഇത് ഇവിടെ കൊണ്ടുപോയി ലോഡങ്ങ് ചെയ്യുക. ഏതാ നമ്മുടെ റെഗുലേറ്ററി ഫോംസിൽ കോമൺ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, നമുക്കിനി ചെയ്യാവുന്നുള്ളൂ. ഇതിന്റെ അത് അഡോക്കി പോവുക, ഇവിടെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷനിൽ റിമൂവൽ ഓഫ് ഇൻകറക്റ്റ് കൊടുക്കുക, ആ അറ്റാച്ച്മെന്റ് ലോഡ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ERP റിവ്യൂ ചെയ്തിട്ട് തന്നെ എടുത്ത് കളഞ്ഞു. അല്ല സാറേ, അതിനകത്ത് ബയോമെഡിക്കലിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ മാൻഡേറ്ററി ആണോ? ബയോമെഡിക്കലിന്റെ സർട്ടിഫിക്കറ്റ് മീൻസ് ഇതായത് നമ്മുടെ ബെം പ്രോഗ്രാമിന്റെയോ? അല്ല, ഇപ്പൊ ഇത് പഴയ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യണതിന്റെ കാര്യത്തില് അതാണ് ഒരു പ്രശ്നം. അല്ല, പഴയ എനിക്ക് മനസ്സിലായില്ല, ബയോമെഡിക്കലിന്റെ ഇതെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? അല്ല, ഇപ്പൊ നിലവിലുള്ള ഒരു മെഷീൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ് അല്ലേ സാർ ഇപ്പൊ പറഞ്ഞത്? അല്ല, നിലവിലുള്ള നമുക്ക് ലൈസൻസ്ഡ് ആയിട്ട് കിടക്കുന്നതോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉള്ള മെഷീന്റെ കാര്യമല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഇതില്ലാത്ത. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള, അതായത് ഫോർ എക്സാമ്പിൾ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു മെഷീൻ തന്നെ 3 തവണയൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത് കിടപ്പുണ്ടാവും. അതുണ്ട്, അത് സത്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ആദ്യകാലങ്ങളിൽ ഇതിന്റെ കുറെ ടൈപ്പ് അപ്രൂവലിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണോ നമുക്ക് നിലനിർത്തേണ്ടത് അത് നിർത്തിയിട്ട് ബാക്കി 2 ഏതാണോ ഡ്യൂപ്ലിക്കേറ്റ് അതിനുള്ള അപേക്ഷയാണ് ഇത് കൊടുക്കുന്നത്. അതിന് ബയോമെഡിക്കലിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇല്ല, അതില് നമ്മുടെ സൂപ്രണ്ട്, അതായത് സ്ഥാപനത്തിന്റെ മേധാവിയാണ് അത് അക്നോളജ് ചെയ്യുന്നത്. സർ, ഇപ്പൊ പറയുന്ന ഈ കേസിൽ ഇതിന്റെ ഓപ്പറേഷണൽ സ്റ്റാറ്റസ് നമ്മൾ ചേഞ്ച് ചെയ്യണ്ടേ? നോട്ട് വർക്കിംഗ് എന്ന് അതും ചെയ്തു വെക്കാം. അതിനും ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്താലല്ലേ ഇത് ഡീകമ്മീഷൻ ചെയ്ത് പോകുള്ളൂ. അല്ല, ഓപ്പറേഷൻ സ്റ്റാറ്റസ് ചെയ്താലേ ഡീകമ്മീഷൻ, അതെല്ലാം രണ്ട് ഡീകമ്മീഷൻ നോട്ട് വർക്കിംഗ് ഇടുമ്പോ അപ്പൊ അടുത്തവർ ചോദിക്കും നോട്ട് വർക്കിംഗിന്റെ റീസൺ ചോദിക്കും. അപ്പൊ ടു ബി ഡീകമ്മീഷൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ? അല്ല, ഇപ്പൊ ഇതാണ് പറഞ്ഞ സംഭവം. അതായത് ഇപ്പം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഇപ്പൊ ഒരു എക്സ്റേ മെഷീൻ നമുക്കുണ്ട്. പക്ഷെ ആ എക്സ്റേ മെഷീൻ കുറെ കാലങ്ങളായിട്ട് ലൈസൻസും രജിസ്ട്രേഷനും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആ എക്സ്റേ മെഷീൻ ഉപയോഗിക്കുന്നില്ല, കാരണം നമുക്കൊരു പുതിയ മെഷീൻ വന്നു. അങ്ങനെയുള്ള സമയത്താണ് ഈ ഓപ്പറേഷൻ സ്റ്റാറ്റസിന്റെ അപ്ഡേറ്റിന് ഇത് വരുന്നത്. അത് നമ്മളിപ്പോൾ ഇവിടെ പോയാണ് ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ എന്താണ് കോമൺ ഫോംസി അപ്ഡേറ്റ് ഓപ്പറേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളാണ് ഈ പറയുന്ന ഇത് റേഡിയേഷൻ ജനറേറ്റിംഗ് എക്യുപ്മെന്റ്, നമ്മൾ ആ എക്യുപ്മെന്റ് ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്നു എന്താണ് ഓപ്പറേഷൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നു. വർക്കിംഗ്, നോട്ട് വർക്കിംഗ്, ഡിസ്യൂസ്ഡ്, അൺയൂസ്ഡ്, അല്ലെ ടെമ്പററി നോട്ട് ഇൻ യൂസ്. നമുക്കിത് ഏത് വേണമെങ്കിലും ഇത് എടുത്ത് സെലക്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഇത് ഡീകമ്മീഷനിലോട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല. ഡീകമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്യുപ്മെന്റ് അത് ലൈസൻസ്ഡ് ആണെങ്കിലോ രജിസ്ട്രേഷനോ ആണെങ്കിൽ നമുക്ക് ഇന്റിമേഷൻ ഓഫ് ഡീകമ്മീഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത്
നാളെ ഒരു എക്യുപ്മെന്റ് നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓപ്പറേഷൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരുന്നോ എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ വരാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ലൈസൻസ്ഡ് പിന്നെ മെഷീന് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാല് നമുക്ക് ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ പിന്നെ QA ഇല്ലാതെ മെഷീന്, അതായത് നമ്മൾ വർക്ക് ചെയ്യാതെ മെഷീൻ എങ്ങനെ ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റും? ഇലോറയില് പിന്നെ ലൈസൻസ് എടുക്കാതെ മെഷീൻ ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റുമോ? റിന്യൂവൽ ചെയ്യാതെ മെഷീന് ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റുമോ? അതിനാണ് നമുക്കിപ്പം ഒന്നാമത്തെ ഇതിനുള്ള ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഏതൊരു മെഷീനും ലൈസൻസോ രജിസ്ട്രേഷനോ ഉണ്ടെങ്കിൽ മാത്രമേ ഇലോറ വഴി ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്നത്, അത് ഇന്റിമേഷൻ ഓഫ് ഡീകമ്മീഷനിങ് ചെയ്യുന്നത്. ഇന്റിമേഷൻ ഓഫ് ഡീകമ്മീഷനിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നു ഏത് എക്യുപ്മെന്റ് ആണ് നിങ്ങൾക്ക് ഡീകമ്മീഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ഫിക്സർ എക്സ്റേ ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ ഒരു ഡേറ്റ് വെക്കുന്നു, അതിന്റെ അകത്ത് ഏജൻസി, അപ്പൊ ഒരു ഏജൻസി വെക്കും. ആ ഏജൻസി വെക്കാൻ ഇപ്പൊ അതുകൊണ്ടല്ലേ ചോദിച്ചത്. അതിപ്പോ കുറെ വർഷം, ഇപ്പൊ ചോദ്യം അതാണല്ലോ, കുറെ വർഷം മുന്നേ ഇത് വർക്ക് ചെയ്തതാണ്, ആടെ പിന്നെ പെൻഡിംഗിൽ നിൽക്കുകയാണ് റിന്യൂവൽ ചെയ്യാൻ ലൈസൻസ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഡീകമ്മീഷൻ കൊടുക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ പറ്റും. അത് ചെയ്യണമെങ്കിൽ ചെയ്യുമ്പോൾ ഇതാണ് സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നിങ്ങൾ ഏത് സ്ഥാപനമാണോ ഡീകമ്മീഷൻ ചെയ്യുന്ന അവരുടെ പേരിൽ ഇത് വെച്ചുകൊണ്ട് സബ്മിറ്റ് കൊടുക്കാൻ നേരം ആ സ്ഥാപനം അവരുടെ ഇലോറയിൽ കയറി അക്സെപ്റ്റ് ചെയ്യണം. ഏജൻസി ത്രൂ പറ്റുള്ളൂ. ഏജൻസി ത്രൂ നമുക്ക് ഇത് ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പഴയ എക്യുപ്മെന്റ്സ് നമ്മൾ ഓപ്ഷന് വെക്കും, അല്ലെങ്കിൽ സ്ക്രാപ്പിന് വെക്കും. ഈ സ്ക്രാപ്പിന് വന്ന് എടുത്തോണ്ട് പോകുന്നവര് ARB ഓതറൈസ്ഡ് ആയിരിക്കത്തൊന്നുമില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അവര് മെഷീൻ എടുത്തോണ്ട് പോകും. നമ്മുടെ മെഷീൻ അപ്പൊ സംഭവിക്കുന്നത് തന്നെ, ഒരു വണ്ടി നമ്മൾ മേടിച്ചിട്ട് RC മാറ്റി പക്ഷെ ഇൻഷുറൻസ് മാറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും അവസ്ഥ. അപ്പൊ ഇത് ഒരു മെഷീൻ എല്ലാ സംഭവം ഡിസ്മാൻഡിൽ ചെയ്ത് എല്ലാം ചെയ്യേണ്ടി വരും, പഴയ ഏജൻസിനെ ഏൽപ്പിച്ച് അങ്ങനെ ചെയ്യണം അല്ലെ? അത് ചെയ്ത് കറക്റ്റ് ആയിട്ട് തന്നെ മാറ്റണം. ഇപ്പൊ ഈ സൈറക്സിന്റെ പേര് നിങ്ങൾ ഇത് ഡീകമ്മീഷൻ ചെയ്തു, ഈ കുറെ വർഷം വർക്ക് ചെയ്യാണ്ട് കിടന്നത് പ്രശ്നമല്ല, ഡീകമ്മീഷൻ ചെയ്യാൻ ഡീകമ്മീഷനിങ്ങിന് അത് പ്രശ്നമല്ല. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ നിലയിൽ ഡീകമ്മീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈറിക്സ് ബയോമെഡിക്കൽ പ്രോജക്ടിന്റെ പ്രൊവൈഡർ ആയതുകൊണ്ട് അവിടുത്തെ ജില്ലാ അടിസ്ഥാനത്തിൽ ബാർകോഡ് വെച്ച് കണ്ടമിനേഷനുള്ള റെക്കമെൻഡേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ അത് KMSC വഴി കമ്മിറ്റി വഴി അതാവത്തുള്ളൂ. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളിനോട് അനുബന്ധിച്ച് തന്നെ ഇലോറ ചെയ്യേണ്ട ഒരു നടപടിയാണ് ഇത്. അതുകൂടെ ചെയ്താലാണ് നിലവിൽ കണ്ടം ആവുന്നത്. നിലവിൽ നമ്മളെ എക്സ്റേ പ്രൊഡ്യൂസ് മെഷീൻസ് ഇത്ര വർഷം വരെ ഉപയോഗിക്കണം നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് ചിലപ്പോൾ ഇപ്പൊ 13 വർഷമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. 4 വർഷം കഴിഞ്ഞപ്പോ ചിലപ്പോൾ കണ്ടം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അത് KMCL-നോട് ഈ പെർമിഷൻ ചോദിച്ചപ്പോ അവര് തരാൻ പറ്റില്ല, അതിന്റെ ഡേറ്റ് മീറ്റ് ചെയ്യുന്നില്ല, ഇയർ മീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അവര് പറയുന്നത്. അങ്ങനെയാണ് ഒരു ലൈസൻസിൽ ഒരു മെഷീനാണ് കിടക്കുന്നുണ്ട്. നമ്മൾ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിലൊരു കമന്റ് പറയാൻ ഞാൻ ഇതല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിനാരി ഞാൻ പറയാം. ഇപ്പൊ ഒരു 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അവിടുത്തെ പറയുവാണ് MLA-ക്കോ MP-ക്കോ ഞാനിപ്പോ ഒരു 15 ലക്ഷം രൂപ തരാം, നിങ്ങൾ ഒരു എക്യുപ്മെന്റ് മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമില്ല. അപ്പൊ അല്ലാതെ നമ്മൾ ചിലപ്പോൾ ഫണ്ട് ഇല്ലാത്ത സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള ചിലപ്പോൾ പ്രശ്നങ്ങൾ വരുന്നത്. ഫണ്ട് ഉണ്ടെങ്കിൽ ആർക്കും എപ്പോ വേണമെങ്കിലും മെഷീൻ മാറ്റാൻ KMSC-ന്റെ റേറ്റ് കോൺട്രാക്ട് ഇരിക്കുന്ന എക്യുപ്മെന്റ് നമുക്ക് എടുക്കാം. അല്ലാത്ത പക്ഷം ചിലപ്പം ഇങ്ങനെയുള്ള ഇത് വരാം. പക്ഷെ ഇതിനൊന്നും ഒരു മാനദണ്ഡമില്ല നമ്മൾ എപ്പം മാറ്റണമെന്നോ. കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മാനന്തവാടിയിലെ സീറ്റ് നമ്മൾ 13 വർഷം ഉപയോഗിച്ചു, 10 വർഷം ആണ് നമ്മുടെ ഗവൺമെന്റില് KMSC-ൽ പറയുന്ന ഇതെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സിന്റെ റൂള് പ്രകാരം 12 വർഷമാണ്. അത് 12 വർഷം കഴിഞ്ഞ് 13 വർഷം നമ്മൾ അവിടെ ഉപയോഗിച്ചു. ഇപ്പം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ സീറ്റ് അതും ഭയങ്കര പഴക്കമായിട്ട് 10 വർഷത്തിന് മണ്ടേ പോയി. അപ്പൊ ഇതിലൊന്നും ഒരു ഇതില്ല. നമ്മൾ എത്രമാത്രം അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു റെസിഡുവൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം 10 വർഷമാണെന്ന് പറയാം ഒരു എക്സ്റേ ജനറേറ്റിംഗ് എക്യുപ്മെന്റിന്റെ. സലിം സാറേ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മള് ഇന്റിമേഷൻ ഫോർ ഡീകമ്മീഷൻ കൊടുത്തിട്ട് എത്ര നാളെ എടുക്കും അത് ഇതായി വരാൻ? ഇപ്പോഴും ഒരു 6 മാസത്തോളായി കൊടുത്തിട്ട്, എന്നിട്ട് ഇപ്പോഴത് ടു ബി ഡീകമ്മീഷൻ. അതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ കയറി ഇപ്പൊ സൈറിക്സിന്റെ പേരിലോ, സൈറിക്സ് തന്നെയല്ലേ, ഇപ്പൊ വേറെ കുറെ കമ്പനി ഉണ്ട്. ഇപ്പൊ ഞാൻ ബയോമെഡിക്കൽ ടെക്നിക്സിന്റെ പേരിലോ ഇവരുടെ പേരിലെല്ലാം കൊടുക്കാം, 6 പേരിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് ടു ബി ഡീകമ്മീഷൻ ആവും. പക്ഷെ ഇത് ആ ഏജൻസി കയറി അക്സെപ്റ്റ് ചെയ്യണം. ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും എവിടുന്ന് കയറി ഒരു ഏജൻസിയുടെ പേരെടുത്ത് ഇന്റിമേഷൻ കൊടുക്കാം. പക്ഷെ ആ കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണയില്ലാന്നെങ്കിൽ ആ കമ്പനി അത് ചെയ്തു തരില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതുകൊണ്ടാണ് ചില സ്ഥാപനങ്ങളിൽ ഇതൊരു എക്സ്ട്രാ വർക്ക് ഓർഡർ ആയിട്ട് വരും. കമ്പനി മെഷീന്റെ കമ്പനി അവരോട് അവരുടെ ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ളേ.
അപ്പൊ അവരുമായിട്ട് നമ്മൾ ഒരു ധാരണയുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ഇന്റിമേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് അപ്രൂവ് ചെയ്യണം. ആ രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കണം. അത് കുറച്ച് പുഷ് ഉണ്ടായാലേ ഇവര് ചെയ്യത്തുള്ളൂ. കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്തില്ല. ഇപ്പം ചില സിറ്റുവേഷനിൽ വരാറുണ്ട്, സൈറക്സിന് വരാറുണ്ട്, നിങ്ങൾ ഇതൊന്ന് ചെയ്തു തരാമോ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറയും ഇതൊരു എക്സ്ട്രാ വർക്കായിട്ട് കണ്ടുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് അപ്രൂവലും കാര്യങ്ങളും എടുത്ത് വീണ്ടും ഒരു വർക്ക് ഓർഡർ ആക്കി വരുമ്പോഴാണ് പലപ്പോഴും ചെയ്യുന്നത്. പണ്ടൊക്കെയാണെങ്കിൽ 6 പേരിലും ആർക്കും ചെയ്യായിരുന്നു. പക്ഷെ ഇന്ന് സൈറക്സിന്റെ പേര് ഒരെണ്ണം എടുത്തിട്ട് സൈറക്സിനോട് നാളെ ARB വന്ന് ചോദിക്കും, നിങ്ങൾ ഈ എക്യുപ്മെന്റ് എടുത്തിട്ടുണ്ടോ, അത് എവിടെയാണ്, ആ എക്യുപ്മെന്റ് എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു 10-100 ചോദ്യങ്ങൾ ഉണ്ടാവും. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒരാൾ പറയുകയാണ് ഞങ്ങൾ ഒരു 1 ലക്ഷം രൂപ തരാം, നിങ്ങൾ ഇതൊന്ന് എടുക്കുമെന്ന് ചോദിച്ചാലും പലരും അത് എടുക്കാൻ മടിക്കുന്നതിന്റെ കാരണം ഇതെല്ലാം ലൈസൻസിനെ, അവരുടെ സ്ഥാപനത്തിന്റെ ലൈസൻസിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊരു പ്രോട്ടോകോൾ പ്രകാരമേ പോകുന്നുള്ളൂ. അതാണ്. പക്ഷെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അവർ ചെയ്തു തരണം. ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാല് ഞങ്ങൾ ഈ കണ്ടംനേഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് ലേലം കിട്ടിയ ആൾക്ക് ആദ്യം തന്നെ ഇന്റിമേഷൻ കൊടുത്തു. ഇത് സൈറിക്സ് വഴി സൈറിക്സ് പറഞ്ഞ് അവരുടെ ഫീസ് ഉണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആദ്യമേ തന്നെ ഈ നമ്മുടെ ഇതെടുക്കാൻ വേണ്ടവർക്ക് ഇന്റിമേഷൻ കൊടുത്തു. അവർ സൈറിക്സുമായിട്ട് ബന്ധപ്പെട്ടു. എന്നിട്ട് അത് ആദ്യമേ തന്നെ ഡീകമ്മീഷൻ ഇതിൽ നിന്ന് കളഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ സാധനം കൊടുത്തു വിട്ടത്. അതുവരെ സാധനം എടുക്കാൻ പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു. അതായിരിക്കും ചെയ്യാൻ നല്ലത്. ഇതിപ്പോ GH എറണാകുളത്ത് ഒരു OPG കണ്ടംനേഷൻ ചെയ്യേണ്ട പ്രക്രിയ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നത്. ഇനിയിപ്പം 3-4 ഇപ്പം DH വയനാട്ടിലെ CT ഇപ്പം കണ്ടമായി. അത് ഈ പ്രോസസ്സിൽ കൂടെ തന്നെ വേണം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. കാരണം ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറിക്സിന്റെ പ്രശ്നം എന്താന്ന് കഴിഞ്ഞാൽ സൈറിക്സ് ഒരു എന്താണ് നമ്മുടെ ഈ പെമ്പ് പ്രോജക്ട് ഇപ്പം നടത്തിപ്പുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഡയറക്റ്റ് ഇതിന്റെ കസ്റ്റോഡിയൻ ആവാൻ പറ്റൂല. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് വരുന്നതും അവരിലൂടെ സൈറിക്സിലോട്ട് വരുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് പലപ്പോഴും ഒരു സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറേ ഒന്ന് ഇടപെടുകയാണ്. നമ്മള് ഒരു ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ 8 മണി മുതൽ 9:30 വരെയുള്ള സമയത്ത് സാറ് വളരെ ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു സാറ് ഉദ്ദേശിച്ചതിന്റെ ഒരു പകുതി പോലും പറയാനേ പറ്റിയിട്ടുള്ളെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്കുള്ള ഡൗട്ട് മാത്രമാണ് ക്ലിയർ ചെയ്തത്. നമുക്ക് ഭാവിയിൽ ഒരു ക്ലാസ്സും കൂടി 1-2 ക്ലാസ്സും കൂടിയൊക്കെ വെക്കേണ്ടി വരും. കാരണം ഈ ARBയുടെ സൈറ്റിന്റെ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് ആദ്യകാലങ്ങളിൽ ഞാനും ഒരുപാട് അനുഭവിച്ചാണ്. കാരണം നമ്മൾ പലപ്പോഴും കൊടുത്തിട്ട് അത് പാസ്സായി വന്നില്ല. എന്നാൽ ചില സമയങ്ങളിൽ കൊടുക്കുമ്പോൾ അത് പാസ്സായി വരുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആളുടെ അപ്രൂവൽ അതോറിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി അതൊക്കെ എല്ലാം പതുക്കെ മാറിയിട്ട് എല്ലാ കാര്യങ്ങളിലും അവർ സ്ട്രിക്റ്റ് ആയി തുടങ്ങും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭാവിയിൽ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ റേഡിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അതിന്റെ കൃത്യമായ ഡാറ്റയും മറ്റുമൊക്കെ കൊടുക്കേണ്ടി വരും. ഊടായ്പ പരിപാടിയൊക്കെ കുറയേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അമ്പിളി ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ മീറ്റിംഗിൽ ഉണ്ടല്ലോ അല്ലെ അമ്പിളി? അമ്പിളി സാറിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അമ്പിളി പ്ലീസ്. വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ ബെറ്റർ ആണ്. വീഡിയോ വേണ്ട സർ. ഓക്കെ, ഇല്ലേ കുഴപ്പമില്ല. ശരിക്കും നമുക്ക് ഈ RSO എന്ന് പറഞ്ഞ് പല സ്ഥാപനങ്ങളിലും നമ്മൾ ഫസ്റ്റ് പ്രൊഫൈൽ നമ്മൾ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും പലർക്കും ഞാൻ ഉൾപ്പെടെ ആധികാരികമായി പല കാര്യങ്ങളും അറിയില്ല. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലൊരു ക്ലാസ് അറേഞ്ച് ചെയ്ത് വിടാനായിട്ട് ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. പലപ്പോഴും മീറ്റിംഗിൽ സെലിഫ് സാറിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു RSO ട്രെയിനിങ് നമുക്ക് വേണം എന്ന രീതിയിൽ. ഒരു ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞാൽ സ്റ്റിൽ ഒരുപാട് ഡൗട്ടുകളുണ്ട്. അത് ഈ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് ഡൗട്ട്സ് ഷെയർ ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ. അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകണം എന്ന് സലീം സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിന് നമ്മൾ സാറിന്റെ വാല്യുബിൾ ടൈം നമുക്ക് ഇനി ഉപയോഗിക്കാം. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇനി ഇത്തരം പ്രോഗ്രാമുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യണം. ഒരുപാട് താങ്ക്സ് സംഘടനയുടെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ശരത് സാറിന് എല്ലാ രീതിയിലും ഞങ്ങൾ നന്ദി പറയുകയാണ്. സാറിന്റെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഒരു കാര്യങ്ങളൊന്നും അറിയാത്ത സിറ്റുവേഷൻ ഇപ്പോഴും ഉണ്ട്.
അത് ഈ ഒരു ക്ലാസ് കൊണ്ട് പരിഹരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നില്ല. എങ്കിലും സാറ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടാകണം. ഇനിയും നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. സലീം സാർ, പ്ലീസ് കൺക്ലൂഡ്. സലീം സാർ കേൾക്കാമോ? കേൾക്കാം. ഇത് നമ്മുടെ പുതിയൊരു സിനിമയുടെ പേര് തന്നെ പറയാം, തുടരും. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു ഓൾ. ഓക്കെ, അപ്പം ഇനിയൊരു സെഷൻ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു RP രജിസ്ട്രേഷന്റെ സാധനങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ടൈം ആയിട്ട് ഒരു RP രജിസ്ട്രേഷൻ ചെയ്യാം. ഈ കുറെ PPT എടുത്ത് പറയുന്നതിലും കുറെ ഇത് കാണിക്കുന്നതിൽ കുറെ പരിമിതികളുണ്ടാവും. അപ്പോൾ ഒരു റിയൽ ആയിട്ട് ഒരാളുടെ RP എടുത്ത് നമ്മൾ റിയൽ ആയിട്ട് കാണിച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കുറെ അടുത്തൊരു സെഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരാളുടെ ഒരു RP ചെയ്യാനുണ്ടെങ്കിൽ അയാളുടെ ഡേറ്റയായിട്ട് വരാം. അത് നമുക്ക് റിയൽ ടൈം ആയിട്ട് ഇലോറയിൽ തന്നെ ഇരുന്ന് ഇലോറയിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ കുറച്ചും കൂടെ എല്ലാവർക്കും വരുന്ന റിയൽ ടൈം പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് ചെയ്യാനും ഉപകാരപ്പെടുന്നതായിരിക്കും. എനിവേ, താങ്ക് യു ഫോർ എന്നെ ഇതിൽ വിളിച്ചത് നന്ദി. കാരണം സലീം സാർ ഇതിൻ്റെ അകത്ത് കുറെ എഫേർട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഓൺലൈനിൽ കുറെ പരിമിതി അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ എന്റെ സപ്പോർട്ട് ഞാൻ KGRIക്ക് തരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്.